ഗ്രീൻസ് തിയറം. ഗ്രീൻസ് തിയറം പറയുന്നത് ഇപ്പൊ നമ്മളൊരു സിമ്പിൾ ക്ലോസ്ഡ് പീസ് ബൈ സ്മൂത്ത് കർവ് എടുക്കുക. സി ആയിട്ട് ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ട്രയാങ്കിൾ ആണെന്ന് വിചാരിക്കുക. സപ്പോസ് ഇറ്റ് ഈസ് ലൈക്ക് ഇങ്ങനെ ഒരു ട്രയാങ്കിൾ എടുക്കുക. Okay, so this is C1, this is C2 and this is C3. So മൂന്ന് കർവ്സ് ജോയിൻ ചെയ്തിട്ടാണ് ഓക്കെ മൂന്ന് കർവ്സ് ജോയിൻ ചെയ്തിട്ട് ഒരു ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ സ്റ്റാർട്ടിംഗ് പോയിന്റും എൻഡ് പോയിന്റും സെയിം ആയിരിക്കും. സോ ഇറ്റ് വിൽ ടേക്ക് ഇൻ ദ ഡയറക്ഷൻ ഓഫ് കൗണ്ടർ ക്ലോക്ക് വൈസ്. ക്ലോക്ക് തിരിയണതിന് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഡയറക്ഷൻ ആയിരിക്കും എപ്പോഴും നമ്മൾ പോസിറ്റീവ് ഓറിയന്റേഷൻ ആയിട്ട് എടുക്കുക. സോ നമ്മൾ സാധാരണ നിലയ്ക്ക് ഒരു വെക്റ്റർ ഫീൽഡ് ഒരു എഫ് വെക്റ്റർ ഓഫ് എക്സ് വൈ ഈക്വൽ ടു എം ഓഫ് എക്സ് വൈ ഐ വെക്റ്റർ പ്ലസ് എൻ ഓഫ് എക്സ് വൈ ജെ വെക്റ്റർ ഒരു വെക്റ്റർ ഫീൽഡ് എടുത്തു കഴിഞ്ഞാൽ ഈ വെക്റ്റർ ഫീൽഡിനെ അലോങ് ദിസ് കർവ് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം C1 ഇന്റഗ്രേറ്റ് ചെയ്യും, പിന്നെ C2 ഇന്റഗ്രേറ്റ് ചെയ്യും, പിന്നെ C3 ഇന്റഗ്രേറ്റ് ചെയ്യും. എന്നിട്ട് നമ്മൾ മൂന്നും കൂടെ ആഡ് ചെയ്യും. ഈ C1 C2 C3 ഇവിടെ ലൈൻസ് ആണ്. C1 C2 C3 ഇവിടെ സ്ട്രെയിറ്റ് ലൈൻസ് ആണ്. സോ നമ്മൾ C1 ഇന്റഗ്രേറ്റ് ചെയ്യും, C2 ഇന്റഗ്രേറ്റ് ചെയ്യും, C3 ഇന്റഗ്രേറ്റ് അത് മൂന്ന് ലൈൻ ഇന്റഗ്രൽ ആയിട്ട് എടുത്തിട്ട് മൂന്നും കൂടെ സം ചെയ്യും. അതാണ് നമ്മൾ ഇന്റഗ്രൽ ഈ ഒരു ക്ലോസ്ഡ് കർവ് ഈ ക്ലോസ്ഡ് കർവിൽ ഒരു വെക്റ്റർ ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ അഡോപ്റ്റ് ചെയ്യുന്ന മെത്തേഡ്. പക്ഷേ ഗ്രീൻസ് തിയറം പറയുന്നത് കുറച്ചും കൂടെ സിമ്പിൾ ആണ്. അതായത് നമ്മൾ ഈ ക്ലോസ്ഡ് കർവ് എൻക്ലോസ് ചെയ്യുന്ന റീജിയൻ ഉണ്ട്, ദാറ്റ് ഈസ് ആർ. ഈ റീജിയനെ ആർ ആയിട്ട് എടുക്കുക. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഈ ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്റ്റർ ഡോട്ട് ഡി ആർ വെക്റ്റർ എന്ന് പറയുന്നത് എന്തിനോട് ഈക്വൽ ആണ്? ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ ജി ബൈ ഡോ എൻ, ഇവിടെ ജി അല്ല എൻ ആണ്, ഡോ എൻ ബൈ ഡോ എക്സ് ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എ. ഓക്കെ, സോ ഈ ഒരു ഡബിൾ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്താൽ ഈ ലൈൻ ഇന്റഗ്രലിന്റെ ആൻസർ ആവും. സോ ഇതാണ് ഗ്രീൻസ് തിയറം പറയുന്നത്. ഗ്രീൻസ് തിയറം വളരെ ഈസിയാണ്, വളരെ ഇമ്പോർട്ടന്റും ആണ്. ജസ്റ്റ് അതായത് ഒരു സിമ്പിൾ ക്ലോസ്ഡ് കർവ് എടുത്തു കഴിഞ്ഞാൽ ആ കർവ് ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ അലോങ് ദാറ്റ് കർവ് നമുക്ക് ഒരു വെക്റ്റർ ഫീൽഡിനെ ഇന്റഗ്രേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ഇവിടെ C1 C2 C3 മൂന്ന് ലൈൻ ഇന്റഗ്രൽ എടുത്തിട്ട് സം ചെയ്യേണ്ടി വരും. പക്ഷെ ഒരു ഡബിൾ ഇന്റഗ്രലിലേക്ക് ഇതിനെ നമുക്ക് ഇക്വേറ്റ് ചെയ്യാം. സോ ആ ഡബിൾ ഇന്റഗ്രൽ കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ ഈ ഒരു ലൈൻ ഇന്റഗ്രലിന്റെ ആൻസർ. സോ ദിസ് ഈസ് ദ ബേസിക് ഐഡിയ അബൌട്ട് ഗ്രീൻസ് തിയറം. വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു തിയറമാണ്, ഇമ്പോർട്ടന്റും ആണ്, പരീക്ഷയ്ക്ക് എന്തായാലും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു സെക്ഷനാണ്. ഇസ് ഇറ്റ് ക്ലിയർ? ഗ്രീൻസ് തിയറം എല്ലാവർക്കും ക്ലിയർ ആണോ? എനി ഡൗട്ട്? ഇന്നലെ ഞാൻ എടുത്തതാണ് ഗ്രീൻസ് തിയറം, നിങ്ങൾ നോക്കിയിട്ടുണ്ടാവുന്നതാണ് എന്റെ വിശ്വാസം. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം, കാരണം ഗ്രീൻസ് തിയറം മനസ്സിലാവാതെ നമുക്ക് ഇനി ഒരു പ്രോബ്ലം പോലും ചെയ്യാൻ കിട്ടില്ല. ഓക്കെ, ക്ലിയർ ആണ്? ഓക്കെ, ഫൈൻ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക കേട്ടോ. ശരി, നെക്സ്റ്റ് നമ്മൾ ഒരു പ്രോബ്ലത്തിലേക്ക് പോവാണ്. ഒരു പ്രോബ്ലം ചെയ്തിരുന്നു, നമുക്ക് വേറൊരു പ്രോബ്ലം ഡിസ്കസ് ചെയ്യാം. യൂസ് ഗ്രീൻസ് തിയറം. ക്വസ്റ്റ്യൻ ഇതാണ്, യൂസ് ഗ്രീൻസ് തിയറം. യൂസ് ഗ്രീൻസ് തിയറം use Green's theorem to evaluate integral over C x cos y dx minus y sin x dy. X cos y dx minus y sin x dy integral over C. ഒരു സെക്കൻഡ്, ഞാനൊരു കോള് വരുന്നുണ്ട്, അത് നിർത്തോട്ടെ. ഹലോ, ഞാൻ ഈ ക്ലാസ് എടുക്കായിരുന്നു ദിൽഷാദെ. അത് അത്യാവശ്യമായിട്ടൊന്നുമില്ല. ഞാൻ എന്താ വിളിച്ചെന്ന് വെച്ചാല് ആ പോസ്റ്റർ ഉണ്ടാക്കിയത് ഞാനെങ്ങാനും ആണോന്ന് ഷമീൻ സാർ ചോദിച്ചാൽ പറയരുത് കേട്ടോ. അത് ഞാനാണ് അനുപമയോട് ഉണ്ടാക്കാൻ പറഞ്ഞതേ. അതെ, അപ്പൊ അത് സാർക്ക് ചിലപ്പോ സാറെന്നെ വിളിച്ച് ചീത്ത പറയും. അപ്പൊ നിങ്ങൾ പറഞ്ഞാല് ഞങ്ങൾക്ക് ഇങ്ങനെ സാറിന്റെ ബർത്ത്ഡേ ആണെന്ന് പറഞ്ഞപ്പോ ഞങ്ങള് ശ്രീരാം സാറോട് ചോദിച്ചു ഒരു പോസ്റ്റർ ഉണ്ടാക്കിക്കോട്ടെ, സാറ് ഉണ്ടാക്കിക്കോന്ന് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു കേട്ടോ.
ഞാൻ പറഞ്ഞിട്ടാണ് ചെയ്തെന്ന് പറയണ്ട. ഓക്കെ, ശരി ശരി. ഓക്കെ, okay, integral over c x cos y dx minus y sin x dy, where c is the square, where c is the square, where c is the square with vertices, with vertices 0 0 comma pi comma 0 pi comma pi 0 comma pi. So this is the question. Use Green's theorem to evaluate integral over c x cos y dx minus y sin x dy, where c is the square with vertices 0 0 pi 0 pi pi and 0 pi. So just ഒരു ആ കർവ് ഒന്ന് വരയ്ക്കാം നമുക്ക്. വരയ്ക്കുന്ന സമയത്ത് ഇപ്പോൾ ഇത് 0 ആണെന്ന് വിചാരിക്കുക, ഇത് പൈ ആണെന്ന് വിചാരിക്കുക, ഇത് പൈ ആണെന്ന് വിചാരിക്കുക. ഓക്കെ, സോ ദാറ്റ് ഈസ് എ സ്ക്വയർ. ഓക്കെ, സോ ദിസ് ഈസ് C1, അതായത് ഈ ലൈൻ C1. ഓക്കെ, ദിസ് ഈസ് C2, ദിസ് ഈസ് C3, ദിസ് ഈസ് C4. ഓൺ ദിസ് ഡയറക്ഷൻ, ഈ ഡയറക്ഷനിൽ നമ്മൾ ചൂസ് ചെയ്യാം. ഓക്കെ, സോ യഥാർത്ഥത്തിൽ ഈ ലൈൻ ഇന്റഗ്രൽ ചെയ്യാനുള്ള സ്ട്രെയിറ്റ് മെത്തേഡ് ഗ്രീൻസ് തിയറം ഉപയോഗിക്കാതെ ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ ആദ്യം ഈ C1 ചൂസ് ചെയ്യണം. C1 ചൂസ് ചെയ്യുന്ന സമയത്ത് 0 to pi, അപ്പൊ 0 0 pi 0 ഇതിന്റെ വെക്ടർ ഇക്വേഷൻ കാണണം. ഇതിന്റെ വെക്ടർ ഇക്വേഷൻ കണ്ടിട്ട് അലോങ് C1 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം, അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും. അതുപോലെ C2 അലോങ് C2 നമ്മൾ ഇന്റഗ്രേറ്റ് ചെയ്യണം, പിന്നെ C3 കാണണം, പിന്നെ C4 കാണണം. അപ്പൊ നമുക്ക് 4 ലൈൻ ഇന്റഗ്രൽസ് നമ്മൾ കാണണം, എന്നിട്ട് 4ഉം കൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് അലോങ് C ഉള്ള വെക്ടർ ഫീൽഡിന്റെ ലൈൻ ഇന്റഗ്രൽ കിട്ടുക. പക്ഷെ ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് ഇത് എളുപ്പത്തിൽ ചെയ്യാം. എളുപ്പത്തിൽ ചെയ്യാന്ന് പറഞ്ഞാൽ നമ്മൾ ഈ ഉള്ളിലുള്ള റീജിയനെ R ആയിട്ട് എടുക്കുക. ഓക്കെ, അപ്പൊ ഇവിടെ എം എന്താണ്? എം എന്ന് പറയുന്നത് ഡി എക്സിന്റെ ഒപ്പമുള്ള ടേം ആണ്. ഡി എക്സിന്റെ ഒപ്പമുള്ള ടേം എക്സ് കോസ് വൈ ആണ്. ഓക്കെ, എൻ എന്ന് പറയുന്നത് ഡി വൈയുടെ ഒപ്പം ടേം ഉള്ളതാണ്, ദാറ്റ് ഈസ് മൈനസ് വൈ സൈൻ എക്സ് ആണ്. ഓക്കെ, സോ നമുക്ക് ഇന്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദാറ്റ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എ. ഇതാണ് ഇക്വേഷൻ ഗ്രീൻസ് തിയറത്തിന്റെ. ഓക്കെ, സോ ഞാൻ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഡോ എൻ ബൈ ഡോ എക്സ് കണ്ടുപിടിക്കുകയാണ്. ഡോ എൻ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു എന്നിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുക. സോ മൈനസ് വൈ ഇസ് കോൺസ്റ്റന്റ്, സൈൻ എക്സിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് കോസ് എക്സ്. സോ മൈനസ് വൈ കോസ് എക്സ്, മൈനസ് വൈ കോസ് എക്സ്. അതേപോലെ ഇവിടെ എം എക്സ് കോസ് വൈ ആണ്. ഓക്കെ, എക്സ് കോൺസ്റ്റന്റ് ആണ്, വിത്ത് റെസ്പെക്ട് വൈ കോസ് വൈ ഞാൻ ഡിഫറൻഷിയേറ്റ് ചെയ്താൽ ഇറ്റ് ഈസ് മൈനസ് സൈൻ വൈ. സോ ഡോ എം ബൈ ഡോ വൈ ഈക്വൽ ടു മൈനസ് എക്സ് സൈൻ വൈ. ഓക്കെ, നമ്മളത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ മൈനസ് വൈ കോസ് എക്സ് മൈനസ്, ഇവിടെ ഓൾറെഡി ഒരു മൈനസ് ഉണ്ട്, സോ ഇറ്റ് ബിക്കം പ്ലസ് എക്സ് സൈൻ വൈ ഡി എ. എക്സ് സൈൻ വൈ ഡി എ. ഇനി നമ്മൾ എക്സിന്റെയും വൈയുടെയും ലിമിറ്റ്സ് കാണണം അല്ലെ? നമ്മൾ ഡബിൾ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ നമ്മൾ ലിമിറ്റ്സ് എങ്ങനെ കാണും അതേപോലെ തന്നെയാണ് ഇവിടെയും ചെയ്യേണ്ടത്. സോ ഇവിടെ റെക്ടാംഗിൾ ആകുമ്പോൾ രണ്ട് ലിമിറ്റ്സും കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആയിരിക്കും. നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിച്ചതാണ്. ഡബിൾ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ നമ്മുടെ റീജിയൻ ഒരു റെക്ടാംഗുലറോ സ്ക്വയറോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ രണ്ട് ലിമിറ്റ്സും എക്സിന്റെ ലിമിറ്റും വൈയുടെ ലിമിറ്റും കോൺസ്റ്റൻസ് ആയിരിക്കും. മറിച്ച് ഒരു ട്രയാംഗിളോ അല്ലെങ്കിൽ ഒരു സർക്കിൾ ഒക്കെ വരുമ്പോൾ ഒരു ലിമിറ്റ് വേരിയബിൾ ലിമിറ്റും ഒരു ലിമിറ്റ് കോൺസ്റ്റന്റ് ലിമിറ്റും ആയിരിക്കും. ഓക്കെ, ഇതൊക്കെ നമ്മൾ കഴിഞ്ഞ സെമസ്റ്ററിൽ ഡബിൾ ഇന്റഗ്രൽ പഠിച്ചതാണ്. അപ്പൊ നമ്മൾ ഇവിടെ നമ്മൾ എടുത്തിരിക്കുന്ന റീജിയൻ ഒരു സ്ക്വയർ ആണ്, അതുകൊണ്ട് രണ്ട് ലിമിറ്റ്സും എന്തായിരിക്കും? കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആയിരിക്കും. അപ്പൊ ഇവിടെ എക്സിന്റെ ലിമിറ്റ് എന്ന് പറഞ്ഞാൽ എക്സ് വേരീസ് ഫ്രം 0 to pi ആണ്, y വേരീസ് ഫ്രം 0 to pi ആണ്. സോ രണ്ട് ലിമിറ്റും 0 to pi ആണ്. സോ ഇന്റഗ്രൽ 0 to pi, ഇന്റഗ്രൽ 0 to pi മൈനസ് y cos x
പ്ലസ് എക്സ് സൈൻ വൈ ഡി എക്സ് ഡി വൈ. ഇപ്പൊ ഡി വൈ ഡി എക്സ് എഴുതിയാലൊക്കെ സെയിം ആൻസർ തന്നെ കിട്ടുക. ഡി എക്സ് ഡി വൈയോ ഡി വൈ ഡി എക്സോ എങ്ങനെ ചെയ്താലും, കാരണം ലിമിറ്റ്സ് ഒക്കെ സെയിം ആയതുകൊണ്ട് ഇപ്പൊ എങ്ങനെ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. ഓക്കെ, സോ ഇത് ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക എല്ലാവരും. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യുക എല്ലാവരും, പെട്ടെന്ന് ചെയ്യാം. പെട്ടെന്ന് എല്ലാവരും ഒന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. മനസ്സിലാവുണ്ടോ? ചെയ്യണത് മനസ്സിലാവുണ്ടോ എല്ലാവർക്കും? എനി പ്രോബ്ലം? Any problem? Are you happy? Are you happy? Happy? ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് എന്ന് അറിഞ്ഞു. നല്ല കാര്യമാണ് ഇന്റേൺഷിപ്പ് ഒക്കെ അറ്റൻഡ് ചെയ്യുന്നത്, നോ ഇഷ്യൂ. പക്ഷെ ഇന്റേൺഷിപ്പ് അറ്റൻഡ് ചെയ്താലും നിങ്ങൾ റെക്കോർഡഡ് വീഡിയോസ് കേൾക്കണം. റെക്കോർഡഡ് വീഡിയോസ് കേട്ട് അന്നുള്ള നോട്ട്സ് കംപ്ലീറ്റ് ചെയ്ത് പോകണം. അപ്പോൾ അവരോട് പറയാ, അവർക്ക് അറ്റൻഡൻസ് തരുന്നതായിരിക്കും. പക്ഷെ അറ്റൻഡൻസ് തരണമെങ്കിൽ അവർ ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് എനിക്ക് കാണിച്ചു തരണം, എന്നാലേ അറ്റൻഡൻസ് തരുള്ളൂ. അല്ലെങ്കിൽ ഇന്റേൺഷിപ്പ് ഉണ്ട് എന്ന് പറഞ്ഞിട്ട് വെറുതെ ക്ലാസ് ഭംഗി ചെയ്തിട്ട് കാര്യമില്ല. അവര് ഇന്റേൺഷിപ്പ് കംപ്ലീറ്റ് ചെയ്ത സർട്ടിഫിക്കറ്റ് കാണിക്കുകയാണെങ്കിൽ അവർക്ക് ഈ ക്ലാസ്സിലെ അറ്റൻഡൻസ് തരും. ഓക്കെ, ഇന്റഗ്രേറ്റ് ചെയ്യാം. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ആൻസർ കിട്ടും. ഓക്കെ, ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ ഈസിയാണ്. ജസ്റ്റ് ആദ്യം വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യാം. ഇപ്പൊ വിത്ത് റെസ്പെക്ട് വൈ ചെയ്താലും കുഴപ്പമൊന്നുമില്ല. റെസ്പെക്ട് എക്സ് ചെയ്യുന്ന സമയത്ത് വൈയുടെ ടേം പുറത്തേക്ക് എടുക്കാം, മൈനസ് വൈ പുറത്തേക്ക് എടുക്കാം. കോസ് എക്സിനെ വിത്ത് റെസ്പെക്ട് എക്സ് ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ് മൈനസ് വൈ ഇൻറ്റു സൈൻ എക്സ്, ലിമിറ്റ് 0 to പൈ. ഓക്കെ, പ്ലസ് സൈൻ വൈനെ പുറത്തേക്ക് എടുക്കാം. എക്സിനെ വിത്ത് റെസ്പെക്ട് ടു എക്സ് ചെയ്യുന്ന സമയത്ത് എക്സ് സ്ക്വയർ ബൈ 2, ലിമിറ്റ് 0 to പൈ ഡി വൈ. ഫസ്റ്റ് സ്റ്റെപ്പ് ഇങ്ങനെയാണ്. ആദ്യം മൈനസ് വൈനെ പുറത്തേക്ക് എടുക്കുക, കോസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുക. കോസ് എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ സൈൻ എക്സ്, ലിമിറ്റ് 0 to പൈ. പിന്നെ സൈൻ വൈനെ പുറത്തേക്ക് എടുക്കുക, എക്സിനെ ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ എക്സ് സ്ക്വയർ ബൈ 2, ലിമിറ്റ് 0 to പൈ. ഇനി ലിമിറ്റ് അപ്ലൈ ചെയ്യുക. സോ ഇന്റഗ്രൽ 0 to പൈ മൈനസ് വൈ ഇൻറ്റു സൈൻ പൈ മൈനസ് സൈൻ 0 പ്ലസ് സൈൻ വൈ ഇൻറ്റു പൈ സ്ക്വയർ ബൈ 2 minus 0 dy. So sin pi is 0, sin 0 is 0, so this term becomes 0. ഞാൻ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ നോട്ട് എഴുതുമ്പോഴാണ് കുറച്ചും കൂടെ എഫക്റ്റീവ് ആവുക. അതല്ല പിന്നീട് റെക്കോർഡഡ് വീഡിയോ കേട്ട് എഴുതുന്ന സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ ഇത്രയും ഒരു ഫ്ലോ കിട്ടില്ല. ഇതിപ്പോ ഒരു ഫ്ലോയില് ഞാൻ ചെയ്യാൻ പറയുന്ന സമയത്ത് ആ ഇന്റഗ്രല് കൈയോടെ ചെയ്തു പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത് പെട്ടെന്ന് മനസ്സിലാവും. ഓക്കെ, അപ്പൊ ഞാൻ ഈ മായ്ക്കണ സമയത്തൊക്കെ നിങ്ങളത് സ്വയം ഇന്റഗ്രൽ ചെയ്യാം. ഓക്കെ, ശരിക്കും നിങ്ങൾക്ക് ഇത് നല്ല എഫക്റ്റീവ് ആയിട്ട് യൂസ് ചെയ്യുകയാണെങ്കിൽ ശരിക്കും ക്ലാസ്സിൽ ഇരിക്കണ അതേ ഒരു എഫക്റ്റിൽ തന്നെ നിങ്ങൾക്ക് പ്രോബ്ലംസ് ചെയ്യാൻ പറ്റും. സോ 0 to പൈ, ഈ ടേം 0 ആയി പോയി. സോ 0 പ്ലസ് പൈ സ്ക്വയർ ബൈ 2 സൈൻ വൈ ഡി വൈ.
സോ പൈ സ്ക്വയർ ബൈ 2 കോമൺ ആയിട്ട് എടുക്കാം. ഇന്റഗ്രൽ 0 to pi sin y dy. Sin y യുടെ ഇന്റഗ്രൽ cos മൈനസ് cos y. ലിമിറ്റ് 0 to pi. So this is equal to pi square by 2 into minus cos pi minus cos 0. Cos pi is minus 1. Cos pi minus 1 ആണ്. So minus of minus plus ആവും. So answer pi square by 2 into minus of minus plus ആവും. Cos pi യുടെ വാല്യൂ minus 1 ആണ്. ഇവിടെ പുറത്തൊരു മൈനസ് ഉണ്ട്. So it becomes 1. And cos 0 is 1. So again it is 1 plus 1, 2. So ഈ 2ഉം ഈ 2ഉം cancel ചെയ്യുക. Answer is pi square. Answer is pi square. All of you got the answer? All of you got the answer? നമ്മളിപ്പോൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഗ്രീൻസ് തിയറം ആണ്. Yes, very good. Very good, very good. Okay, fine. അപ്പോൾ എല്ലാവരും ചെയ്തു നോക്കുന്നുണ്ട് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. Okay. So, can we move to the next question? Can we move to the next question? Next question. Use Green's theorem. ഇതേപോലത്തെ മറ്റൊരു ക്വസ്റ്റ്യൻ ആണ്. Use Green's theorem. Use Green's theorem to evaluate integral over C tan inverse y dx minus y square x by 1 plus y square dy, where C is the square with vertices, 0, 0, 1, 1, 1, 0, 0, 1, 0, 1, 1, 0, 1. നേരത്തെ അതേ ക്വസ്റ്റ്യൻ ആണ്. നത്തിങ് ഡിഫിക്കൽട്ട്. പൈക്ക് സ്ഥാനത്തെല്ലാം ലിമിറ്റ് ഇവിടെ 1 ആയിട്ട് മാറും. എം വേറെയാണ്, എന്നും വേറെയാണ്. ബാക്കിയൊക്കെ സെയിം തന്നെയാണ്. മെത്തേഡ് സെയിം ആസ് ദി പ്രീവിയസ് ക്വസ്റ്റ്യൻ. സോ ഇവിടെ നമ്മൾ ജസ്റ്റ് വേണമെങ്കിൽ ഒരു ചിത്രം വരയ്ക്കാം. അപ്പൊ ഞാനിത് 1 ആയിട്ട് എടുത്തു, ഇത് 1 ആയിട്ട് എടുത്തു. സോ ദാറ്റ് ഇസ് എ സ്ക്വയർ. This is C1, this is C2, and C3, this is C4. So this is region is R. Okay. So ഇത്രയും ജസ്റ്റ് ഇതെങ്കിലും ചെയ്ത് വെച്ചാൽ നിങ്ങൾക്ക് ഒരു മാർക്കൊക്കെ കിട്ടും പരീക്ഷയ്ക്ക്. Okay. Not in internal exam, you will get in public exam. Okay. University exam ഇത്രയും ചെയ്താൽ തന്നെ ഒരു മാർക്കൊക്കെ കിട്ടും. So ആദ്യം നമ്മൾ m എഴുതുക. m equal to tan inverse y. n is equal to minus xy square by 1 plus y square. Minus xy square by 1 plus y square. So ആദ്യം നമ്മൾ ഇതിന്റെ ഇക്വേഷൻ എഴുതാം. ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ c m dx plus n dy equal to double integral over r dou n by dou x minus dou m by dou y dA. Dou m by dou y dA. നിങ്ങൾ സ്വയം ചെയ്ത് നോക്കുക.
സംശയമാണെങ്കിൽ മാത്രം സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ മതി. സോ ആദ്യം ഞാൻ ഡോ എൻ ബൈ ഡോ എക്സ് കാണുകയാണ്. ഡോ എൻ ബൈ ഡോ എക്സ് ഇസ് ഈക്വൽ ടു ഡോ എൻ ബൈ ഡോ എക്സ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ പുറത്തേക്ക് എടുക്കാം. മൈനസ് എക്സിന്റെ ഡെറിവേറ്റീവ് -1 ആണ്. ഓക്കെ, സോ ദാറ്റ് ഈസ് മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇവിടെ വൈയുടെ ടേംസ് എല്ലാം കോൺസ്റ്റന്റ് ആണ്. സോ ദാറ്റ് ക്യാൻ ബി ടേക്കൺ ഔട്ട് സൈഡ് ആൻഡ് മൈനസ് എക്സിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുന്ന സമയത്ത് -1 കിട്ടും. സോ മൈനസ് വൈ സ്ക്വയർ ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഡോ എം ബൈ ഡോ വൈ ചെയ്യുന്ന സമയത്ത് ടാൻ ഇൻവേഴ്സ് ഓഫ് വൈയുടെ ഡെറിവേറ്റീവ്, ടാൻ ഇൻവേഴ്സ് ഓഫ് വൈയുടെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ടാൻ ഇൻവേഴ്സ് വൈയുടെ ഡെറിവേറ്റീവ് 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ ആണ്. നിങ്ങൾ ഡെറിവേറ്റീവ്സ് ഒക്കെ പഠിക്കണം, എന്നാലേ നമുക്ക് ഇത് കിട്ടുള്ളൂ. 1 ബൈ 1 പ്ലസ് വൈ സ്ക്വയർ. ഓക്കെ, ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോ ദിസ് ബിക്കംസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ minus y square by 1 plus y square equal to sorry माफ कीजिए minus dou n minus 1 by 1 plus y square dA. ഇവിടെ ഡോ എം ബൈ ഡോ എക്സിന് സ്ഥാനത്ത് ഇത് കൊടുക്കുക, ഡോ എം ബൈ ഡോ വൈക്ക് സ്ഥാനത്ത് ഇത് കൊടുക്കുക. സോ ദിസ് ബിക്കംസ് ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ minus y square minus 1 divided by 1 plus y square dA. ഇന്റഗ്രൽ ഭയങ്കര സിമ്പിൾ ആണ്. ഇതിന്ന് മൈനസ് പുറത്തേക്ക് എടുത്താൽ y square plus 1 ന്യൂമറേറ്ററിലും ഡിനോമിനേറ്ററിലും ക്യാൻസൽ ആയി പോകും. ഓക്കെ, സോ ദിസ് ബിക്കം ഡബിൾ ഇന്റഗ്രൽ. ആണെങ്കിൽ അടുത്ത സ്റ്റെപ്പ് ഇവിടെ എഴുതാം. So that is equal to double integral over r minus of y square plus 1. Minus പുറത്തേക്ക് എടുക്കുക, അപ്പോൾ minus of y square plus 1 divided by 1 plus y square dA. So ഇതും ക്യാൻസൽ ചെയ്യുക, ഒരു -1 പുറത്തുണ്ടാവും. So that is double integral over r minus t. ഇനി നമ്മൾ ലിമിറ്റ് അപ്ലൈ ചെയ്യണം. ലിമിറ്റ് അപ്ലൈ ചെയ്യുന്ന സമയത്ത് ഇവിടെ സ്ക്വയർ ആണ്, സ്ക്വയറോ റെക്ടാങ്കിളോ ആണെങ്കിൽ ലിമിറ്റ് ജസ്റ്റ് കോൺസ്റ്റന്റ് ലിമിറ്റ്സ് ആയിരിക്കും. സോ ഇവിടെ എക്സിന്റെ ലിമിറ്റ് 0 to 1, വൈയുടെ ലിമിറ്റും 0 to 1. സോ ഇന്റഗ്രൽ 0 to 1 മൈനസ് ഡി വൈ ഡി എക്സ്. ഇപ്പൊ ഡി എക്സ് ഡി വൈ എഴുതിയാലൊക്കെ സെയിം തന്നെയാണ്, ലിമിറ്റ് സെയിം ആയതുകൊണ്ട്. ജസ്റ്റ് അത് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ മൈനസ് പുറത്തേക്ക് എടുത്തു. വിത്ത് റെസ്പെക്ട് ടു വൈ ആദ്യം ഇന്റഗ്രേറ്റ് ചെയ്തു. വിത്ത് റെസ്പെക്ട് ടു വൈ ഇന്റഗ്രേറ്റ് ഡി വൈനെ ഇന്റഗ്രേറ്റ് ചെയ്ത് ഇന്റഗ്രൽ ഡി വൈ ഈസ് വൈ. ലിമിറ്റ് 0 to 1 dx. So this is equal to integral minus 0 to 1 minus 0. 1 minus 0 is 1. So it is dx. Again ഇത് ചെയ്യുന്ന സമയത്ത് -1 കിട്ടും. ഓക്കെ, നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഇറ്റ് ഈസ് -1. ഓക്കെ, -1. All of you got the answer? Any doubt? മനസ്സിലാവുണ്ടോ? പ്രോബ്ലം ചെയ്യാൻ മനസ്സിലാവുണ്ടോ? ശരിക്കും യഥാർത്ഥത്തിൽ നമ്മൾ ആ ലൈൻ ഇന്റഗ്രൽ ചെയ്യാന്ന് പറഞ്ഞാൽ ഇറ്റ്സ് ടു ഡിഫിക്കൽട്ട്. ബിക്കോസ് നമ്മൾ C1, C2, C3, C4 4 ലൈൻ ഇന്റഗ്രൽ എടുത്തിട്ട് 4ഉം കൂടെ ചെയ്തിട്ട് ആഡ് ചെയ്യേണ്ടി വരും. ഓക്കെ, പക്ഷെ ഗ്രീൻസ് തിയറം യൂസ് ചെയ്യുമ്പോൾ നമുക്ക് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാം, പ്രോബ്ലം ചെയ്യാം. ഓക്കെ, ജസ്റ്റ് ഒറ്റ ഡബിൾ ഇന്റഗ്രലില് പ്രോബ്ലം കംപ്ലീറ്റ് ആവും. ഓക്കെ, മറ്റേതാകുമ്പോൾ നമ്മൾ 4 ലൈൻ ഇന്റഗ്രൽ എടുത്തിട്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, സോ ക്വസ്റ്റ്യൻ കുറച്ച് ലെങ്ത് കൂടിപ്പോവും അങ്ങനെ ചെയ്യുന്ന സമയത്ത്. ഓക്കെ, സോ ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് ചെയ്യാൻ പറഞ്ഞാൽ ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട് തന്നെ നിങ്ങൾ പ്രോബ്ലം ചെയ്യണം. ഓക്കെ, ഒരു ക്വസ്റ്റ്യനും കൂടെ ചെയ്യാം. ഇന്ന് അടുത്ത അവറും ഞാൻ തന്നെയാണ്, നിങ്ങൾക്ക് വിഷമമൊന്നും തോന്നരുത്. ഓക്കെ, വേണമെങ്കിൽ കുറച്ച് വർത്താനൊക്കെ പറയാം, നോ ഇഷ്യൂ.
ഓക്കെ, നമുക്ക് ഒരു 2 മിനിറ്റ് വേറെ എന്തെങ്കിലും സംസാരിക്കാം. ഓക്കെ, ഇവിടെ ഇവിടെ സ്ഥിരമായിട്ട് ക്ലാസ്സിൽ ഇല്ലാത്ത കുറെ ആൾക്കാരുണ്ടല്ലോ, അവരെ കുറിച്ച് വല്ല വിവരം ഉണ്ടോ? നമ്മുടെ ലാസിൻ മുഹമ്മദ്, മുഹമ്മദ് ഹിഷാം, ഇവരെ കുറിച്ചൊക്കെ ആർക്കെങ്കിലും എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ ഒന്ന് 2 മിനിറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ നന്നായിരുന്നു. അവരുടെ ക്ലാസ്സിൽ ആരാളുടെ? അവരുടെ ക്ലാസ്സിലെ ലാസിൻ മുഹമ്മദിനെ കുറിച്ചൊക്കെ വല്ല വിവരം ഉണ്ടെങ്കിൽ ഒന്ന്. ഞാൻ ഇനിയിപ്പോ അവരെ ഫോൺ വിളിക്കാന്ന് വിചാരിച്ചിരിക്കുന്നു. ആരും ഒന്നും മിണ്ടില്ലല്ലോ. എവിടെ? ലാസിനെ കുറിച്ച് അറിയണ ആരും ഇല്ലേ ഈ കൂട്ടത്തില്? മാജിദ്, മാജിദ് ഇവിടെ ഉണ്ടോ? ഇവിടെ ഉണ്ട്. ആ, എന്താ ലാസിനെയൊക്കെ വിളിക്കാറുണ്ടോ? ലാസിൻ വിളിക്കാറുണ്ടോന്ന്? ഓന് റിപ്ലൈ ഒന്നും കിട്ടില്ലാണ്ട് ഓന്റെ ഫോൺ എന്തോ പൊട്ടിയൊക്കെ പറഞ്ഞു. ആണോ? എന്നാ ഫാദറിനെ ഒന്ന് വിളിച്ചു നോക്കാം ഞാനേ. മറ്റേ ഹിഷാമോ? സുന്ദരൻ, സുന്ദരൻ എന്താ പറയണേ? ഏ ഹിഷാമ്, ഹിഷാമ് ഹിഷാമിന് ഡിസ്പ്ലേ പോയൊക്കെ പറഞ്ഞു. ഡിസ്പ്ലേയോ? ഹിഷാമിന്റെയോ? മുദാസിർ ഉണ്ടോ അവിടെ? മുദാസിർ, 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 മുദാസിർ ഇല്ല ഉണ്ടല്ലേ മീറ്റിംഗ്. സാഞ്ചിത് അക്ര ഉണ്ടോ? സാഞ്ചിത് അക്രം, സാഞ്ചിത് അക്രം ഇടയ്ക്ക് ഇങ്ങനെ ഓൺ ആക്കിയിട്ട് പോക്കുണ്ട്. സാഞ്ചിത് അക്രത്തിന് ഇവിടെ ഉണ്ടല്ലേ? ഇവിടെ ഉണ്ടല്ലേ? ഈ എല്ലാ ക്ലാസ്സിലും കയറാറുണ്ട് അല്ലേ? ഒരു ദിവസം ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ടും സനിത് അക്രം ഉണ്ടായിരുന്നു. ഞാൻ ക്ലാസ് കഴിഞ്ഞിട്ട് പോയിക്കോ പോയിക്കോ എന്ന് പറഞ്ഞിട്ട് സനിത് അക്രം പോയില്ല. എന്താ പോവാന്? ഇഷ്ട അങ്ങനെ വല്ലാതെ ഇഷ്ടപ്പെടണ്ട. ക്ലാസ്സിന്ന് പോവാൻ പറയുമ്പോ പോവാട്ടാ. നിങ്ങളത് ഓൺ ചെയ്തിട്ട് പോയത് കൊണ്ടാണ് ഞാൻ പറയുന്നത് കേക്കാത്തേ, പോവാൻ പറയുമ്പോഴേ. ഒന്നും മനസ്സിലാവണില്ലല്ലോ, നീ എവിടെയാണ്? ശരി. പിന്നെ ഞങ്ങളുടെ വീട്ടിലൊക്കെ എന്താ അവസ്ഥ? എല്ലാരും ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ലേ? ഞാൻ ഊണയിക്കാറായല്ലോ, എന്നിട്ട് നീ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചില്ല? ശരി. ഹസ്ന എവിടെ? ഹസ്ന, ഫാത്തിമ, ഹസ്ന ഇവിടെ ഉണ്ടോ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചോ? എന്താ സ്പെഷ്യല് വീട്ടില്? ലോക്ക്ഡൌൺ ഒക്കെ ആയിട്ട് കുക്കിംഗ് ഒക്കെയാ? കുക്കിംഗ് ഒന്നുമില്ല, പഠിത്തം തന്നെയാണ് അല്ലേ? ഇടയ്ക്ക് അടുക്കളയിലൊക്കെ കയറി എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കിക്കൂടെ? അതൊക്കെ ഉണ്ട്. ആക്കുണ്ട്. ഓ ശരി. അവിടെ ഫിദ അബ്ദുൽ ഷുക്കൂർ ഉണ്ടോ? ഫിദ അബ്ദുൽ ഷുക്കൂർ. എന്തൊക്കെയാ വിശേഷം? നല്ല വിശേഷം. ക്ലാസ്സൊക്കെ എല്ലാ ക്ലാസ്സിലും കേക്കലില്ലേ? ഉണ്ട് സർ. ഉണ്ട്. ഇപ്പൊ ടൈം പാസ് എങ്ങനെയാ വീട്ടില്? പഠിത്തം മാത്രമാണോ, വേറെ എനി ആക്ടിവിറ്റീസ്? അങ്ങനെ ചോദിച്ചാ എല്ലതും ഉണ്ട്. ശരി. അടുത്ത ഒരു മാസത്തിനുള്ളിൽ ഞങ്ങൾ NSSനെ വിളിക്കും, നാഷണൽ സർവീസ് സ്കീമിന്റെ നെക്സ്റ്റ് ഇയർ വളണ്ടിയേഴ്സിനെ വിളിക്കും. ഓക്കെ, അപ്പോ നിങ്ങൾക്ക് താല്പര്യമുള്ളവർക്കൊക്കെ അതിൽ അപ്ലൈ ചെയ്യാം. NSS നല്ല കാര്യമാണ്. ഞാനും ഷമീൽ സാറുമാണ് അതിന്റെ ഇപ്പോഴത്തെ പ്രോഗ്രാം ഓഫീസേഴ്സ്. അപ്പൊ ഞങ്ങൾ ഒരുപാട് ആക്ടിവിറ്റീസ് NSS ചെയ്യുന്നുണ്ട്. ഓക്കെ, നിങ്ങൾക്ക് നിങ്ങളുടെ സീനിയേഴ്സിനോടൊക്കെ ചോദിച്ചാൽ മനസ്സിലാവും. കുറെ ആൾക്കാർ, 100 പേർക്കാണ് ഒരു വർഷം എൻറോൾ ചെയ്യാൻ പറ്റിയ NSSൽ. അപ്പൊ നമ്മൾ താല്പര്യമുള്ളവരെയൊക്കെ അപ്ലിക്കേഷൻ വിളിക്കുമ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അപ്ലൈ ചെയ്യാം. അപ്പൊ 100-ൽ കൂടുതൽ പേര് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ഞങ്ങൾ കുറെ ആക്ടിവിറ്റീസ് ഒക്കെ തരും. ആ ആക്ടിവിറ്റീസിലെ പെർഫോമൻസിനനുസരിച്ചാണ് 100 പേരെ സെലക്ട് ചെയ്യുക. ഇപ്പൊ 100 പേരെ അപ്ലൈ ചെയ്തിട്ടുള്ളൂ എന്നുണ്ടെങ്കിൽ
വേറെ പ്രശ്നമൊന്നുമില്ല. പക്ഷെ മിക്കവാറും എല്ലാ പ്രാവശ്യവും 130 പേരൊക്കെ അപ്ലൈ ചെയ്യാറുണ്ട്. അപ്പൊ ഒരുവിധം എല്ലാവരും NSSൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. പിന്നെ ആക്ടിവിറ്റി അവേഴ്സ് കിട്ടും NSSലെ. അത് നിങ്ങൾക്ക് ഓറിയന്റേഷന്റെ സമയത്ത് ഷിഹാബ് സാറ് പറഞ്ഞിട്ടുണ്ടാവും. അതായത് നിങ്ങൾക്ക് 120 വർക്കിംഗ് അവേഴ്സ് ആക്ടിവിറ്റി അവേഴ്സ് ഒക്കെ കാണിക്കണം നിങ്ങളുടെ കോഴ്സ് കംപ്ലീഷൻ സർട്ടിഫിക്കറ്റ് കിട്ടണമെങ്കിൽ. അപ്പൊ അതിൽ നിങ്ങൾക്ക് NSSലെ ആക്ടിവിറ്റീസ് ഉണ്ടെങ്കിൽ അതൊക്കെ കാണിക്കാം. അതിൽ ഇത്ര ആക്ടിവിറ്റി പോയിന്റ്സ് ഒക്കെ നിങ്ങൾക്ക് NSSന്റെ ഇതൊന്ന് കിട്ടും. 60 ആക്ടിവിറ്റി പോയിന്റ്സ് NSS മാത്രം നിങ്ങൾക്ക് കിട്ടും. സോ NSS നല്ലതാണ്. അത് ആക്ടിവിറ്റി പോയിന്റ്സ് മാത്രമല്ല, നിങ്ങൾക്ക് സൊസൈറ്റിയോട് ഒരു കമ്മിറ്റ്മെന്റ് വരും. സോഷ്യലി ഒരുപാട് പ്രൊജക്ട്സിൽ ഇൻവോൾവ് ചെയ്യാൻ പറ്റും. സമൂഹത്തിൽ ഒരു നല്ലൊരു സാമൂഹിക സേവകരായിട്ട് നിങ്ങൾക്ക് പ്രവർത്തിക്കാൻ പറ്റും. ആക്ടിവിറ്റീസ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട് NSSൽ വരരുത്. താല്പര്യം ഉണ്ടെങ്കിൽ മതി. ആർക്കും ഞാൻ ഒരാളെ ഇതിൽ നിർബന്ധിക്കാറില്ല. ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവാറുണ്ട്, ചില ആൾക്കാർക്ക് താല്പര്യം ഉണ്ടാവാതിരിക്കാറുണ്ട്. ചില ആൾക്കാർ താല്പര്യം ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് ജോയിൻ ചെയ്യാറുണ്ട്, പക്ഷെ ഒരു ആക്ടിവിറ്റിയും ഒന്നിലും പാർട്ടിസിപ്പേറ്റ് ചെയ്യാതെ വിട്ടുപോകുന്നവരുണ്ട്. ഓക്കെ. സോ നിങ്ങൾ എന്തായാലും താല്പര്യമുള്ളവർക്കൊക്കെ അപ്ലൈ ചെയ്യാം. ഒരു മാസത്തിനുള്ളിൽ തന്നെ അത് ഉണ്ടാവും. ഈ ഒരു ജൂൺ മാസം അവസാനം ആവുമ്പോഴേക്കും അതിന്റെ അപ്ലിക്കേഷൻ ഞങ്ങൾ വിളിക്കും. വിളിക്കുന്ന സമയത്ത് ഒരു 1 വീക്ക് ഒക്കെ സമയം ഉണ്ടാവും. 1 വീക്ക് ഒക്കെ മാക്സിമം ഒരു 4 ദിവസം 5 ദിവസം സമയം തരുള്ളൂ. അതിനുള്ളിൽ അപ്ലിക്കേഷൻ കൊടുക്കേണ്ടി വരും. ഒരു ഗൂഗിൾ ഫോം ആയിട്ടായിരിക്കും മിക്കവാറും അപ്ലിക്കേഷൻ വിളിക്കുക. നിങ്ങളുടെ വാട്സപ്പ് ഗ്രൂപ്പിൽ, നമ്മുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിൽ ഷെയർ ചെയ്യും. അപ്പൊ നിങ്ങൾക്ക് അത് താല്പര്യമുള്ളവർക്ക് ആ ഗൂഗിൾ ഫോം സബ്മിറ്റ് ചെയ്യാം. അപ്പോൾ 2-3 ദിവസത്തെ സമയമൊക്കെ ചിലപ്പോൾ ഉണ്ടാവുള്ളൂ. അപ്പോൾ നിങ്ങൾ എപ്പോഴും ഫ്രീക്വന്റ് ആയിട്ട് ഗ്രൂപ്പ് ചെക്ക് ചെയ്യുക. ഓക്കെ, ഞാൻ ഫോൺ കേടായിരുന്നു സാറേ, അത് എനിക്കുണ്ട്, അതുകൊണ്ട് അപ്ലൈ ചെയ്യാൻ പറ്റില്ല, അങ്ങനെയുള്ള എക്സ്ക്യൂസസ് ഒക്കെ ഒഴിവാക്കുക. ഓക്കെ, ഇത് ഞാൻ ഒഫീഷ്യലി പറയണതല്ല. ഞാൻ ജസ്റ്റ് നിങ്ങളുടെ ഒരു ഒഫീഷ്യലി ഇതിന്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യും. എല്ലാ ഫസ്റ്റ് ഇയർ സ്റ്റുഡൻസിനും ഷെയർ ചെയ്യും. അതിപ്പോ ഫസ്റ്റ് ഇയർ പഠിച്ച് സെക്കൻഡ് ഇയർ ആവുന്ന സ്റ്റുഡൻസിന്. അപ്പൊ നിങ്ങളിപ്പോ S2 കംപ്ലീറ്റ് ആവാത്തതുകൊണ്ടാണ് ഞങ്ങൾ വെയിറ്റ് ചെയ്യുന്നത്. ഒരു ജൂൺ മാസം കഴിഞ്ഞാൽ ഓൾമോസ്റ്റ് S2ന്റെ ക്ലാസ് ഒരു ഒരു 50% ആവുമല്ലോ. അപ്പൊ ആ സമയത്ത് കോൾ ഫോർ ചെയ്ത് ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും വർക്ക് തുടങ്ങാന്നുള്ള ഒരു അവസ്ഥയാണ്. ഞങ്ങള് NSS നിങ്ങൾ ഡിഗ്രി +2 ലെവലിലൊക്കെ NSSനെ ഇൻവോൾവ് ചെയ്തവരുണ്ടോ നിങ്ങളുടെ കൂട്ടത്തില്? +2 ലെവലിലൊക്കെ ഹയർ സെക്കൻഡറിയിൽ പഠിക്കുന്ന സമയത്ത് NSS അല്ല, വേറെ SPC അങ്ങനത്തെ ഉണ്ടായിരുന്നു. സ്പെഷ്യൽ കാഡറ്റ് കോർപ്സോ? ആ, സ്പെഷ്യൽ പോലീസ്, വെരി ഗുഡ്, വെരി ഗുഡ്. സ്റ്റുഡന്റ് പോലീസ്. സ്റ്റുഡന്റ് പോലീസ്, ഓ വെരി ഗുഡ്, വെരി ഗുഡ്. ഹനീന ഉണ്ടായിരുന്നു അല്ലേ NSSന്? ഓ വെരി ഗുഡ്, വെരി ഗുഡ്. ആ സർ. എന്തൊക്കെയാ നിങ്ങൾ ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തിട്ടുണ്ട്? എന്തൊക്കെ ആക്ടിവിറ്റീസ് ചെയ്തിട്ടുണ്ട് ഹനീന? അതിലിപ്പോ സോഷ്യലി നമ്മൾ കുറെ സംഭവങ്ങൾ ചെയ്തിട്ടുണ്ട്. പിന്നെ അതേപോലെ കുറെ ഓറിയന്റേഷൻ പ്രോഗ്രാം ഉണ്ടായിരുന്നു. ശരി. ക്യാമ്പ് ഒക്കെ ഉണ്ടായിരുന്നു അല്ലേ? ആ, NSS ക്യാമ്പ് ഒക്കെ ഉണ്ടായിരുന്നു. അത് ഫസ്റ്റ് ഇയർ ആയിരുന്നു സെക്കൻഡ് ഇയർ ആയിരുന്നോ? ഫസ്റ്റ് ഇയർ ആയിരുന്ന സമയത്ത്. മുദാസിർ ഇവിടെ ഉണ്ടോ? മുദാസിറിനെ ഞാൻ നേരത്തെ അന്വേഷിച്ചല്ലോ. ഓ വെരി ഗുഡ്, വെരി ഗുഡ്. കുറെ പേരുണ്ടായിരുന്നു. യെസ്, ഫൈൻ. ഷിഫ ഫാത്തിമ, ജിൻഷി, ജസീം ഇവരൊക്കെ ഉണ്ടായിരുന്നു അല്ലെ? നൈസ്, നൈസ്. അപ്പൊ എന്തായാലും നല്ല കാര്യമാണ്. NSS ക്യാമ്പ് ഒക്കെ ഉണ്ടാവും. ഇപ്പൊ ഈ തവണ നമുക്ക് കോവിഡ് കാരണം ക്യാമ്പ് നടത്താൻ പറ്റിയില്ല, കോവിഡിന്റെ ഇഷ്യൂസ്. പക്ഷെ ഞങ്ങള് 7 ഡേ ക്യാമ്പ് ഓൺലൈൻ ആയിട്ട് ഞങ്ങൾ നടത്തി. എല്ലാ ദിവസവും കൾച്ചറൽ പ്രോഗ്രാംസ് ഒക്കെ ഓൺലൈൻ ആയിട്ട് ഗൂഗിൾ മീറ്റ് വഴി. ഓൺലൈൻ ആയിട്ട് അത്ര എഫക്റ്റീവ് ആണോ എന്ന് ചോദിച്ചാൽ നല്ല രസമായിരുന്നു. പക്ഷെ കുട്ടികൾക്ക് കുറച്ച് സ്ട്രെയിൻ കൂടുതലാണ്. ഓൺലൈൻ ആകുമ്പോൾ അറിയാലോ, ഫുൾ ടൈം മൊബൈൽ നോക്കി കണ്ട ഒരു പ്രയാസമൊക്കെ വരും. നോക്കാം, മിക്കവാറും ഇത്തവണയും ക്യാമ്പ് നടത്താൻ പറ്റുമെന്ന് അറിയില്ല. നമ്മുടെ കോവിഡിന്റെ ഒക്കെ ഒരു സിറ്റുവേഷൻ അനുസരിച്ചായിരിക്കും. ഇപ്പൊ വാക്സിനേറ്റഡ് ഒക്കെ ആയിക്കഴിഞ്ഞാൽ ചിലപ്പോൾ ക്യാമ്പിന് വരുന്നവരുടെ വാക്സിനേഷൻ ഒക്കെ ഉറപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ നടത്താൻ പറ്റുമായിരിക്കും. ഓക്കെ. ക്യാമ്പൊക്കെ ഫസ്റ്റ് ചേരുമ്പോ തന്നെ ഉണ്ടാവോ? ഫസ്റ്റ് ഇയറിലാണ് ക്യാമ്പ് ഉണ്ടാവുക. ഫസ്റ്റ് ഇയറിൽ ആണ് ക്യാമ്പ് ഉണ്ടാവുക. സെക്കൻഡ് ഇയറിൽ ക്യാമ്പ് ഉണ്ടാവില്ല. നമുക്ക് ഞങ്ങൾക്ക് മിസ്സാവോ ക്യാമ്പൊക്കെ? അത്രയും ഇനിയിപ്പോ ഞങ്ങൾക്ക് കോവിഡ് കാരണം മിസ്സാവോ വെച്ചേ? അതാ ഞാൻ പറഞ്ഞേ, കഴിഞ്ഞ തവണ നമുക്ക് നടത്താൻ പറ്റിയില്ല ക്യാമ്പ്. അപ്പൊ ഇപ്പോഴത്തെ ഫസ്റ്റ് ഇയേഴ്സിനൊക്കെ മിസ്സായി ക്യാമ്പേ. ഞങ്ങളൊരു 2 ഡേ ക്യാമ്പ് എങ്കിലും നടത്താൻ പറ്റുമെന്ന് ശ്രമിച്ചിരുന്നു. പക്ഷെ അതും നടന്നില്ല. അത് നടത്താൻ പ്ലാൻ ചെയ്യുമ്പോഴേക്കും സെക്കൻഡ് വേവ് വന്നു. അതാ സംഭവിച്ചത്. ശരിക്കും 7 ഡേ ക്യാമ്പാണ്. 6 നൈറ്റും 7 പകലും, 5 നൈറ്റും
അല്ല 6 നൈറ്റും 7 പകലും കിട്ടും. അങ്ങനെയായിരുന്നു 7 ഡേ ക്യാമ്പ്. നല്ല ഒരുപാട് ആക്ടിവിറ്റീസ് നമുക്ക് ചെയ്യാൻ പറ്റും. നമ്മള് പല ബണ്ട് നിർമ്മാണം, അതുപോലെ തന്നെ മാപ്പത്തോൺ പോലെയുള്ള പ്രൊജക്ട്സ്, ഒരുപാട് പ്രൊജക്ട്സ് കമ്മ്യൂണിറ്റി വർക്ക്സ് ഒക്കെ ചെയ്യാറുണ്ട്. നമ്മളെ കോളേജിലൊക്കെ അല്ല 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 കോളേജിലുണ്ടാണ്ടോ? അല്ല അല്ല നമ്മളൊരു സ്കൂളിൽ എങ്ങാനും ആയിരിക്കും, പുറത്തേതെങ്കിലും ഒരു സ്കൂളിൽ ആയിരിക്കും നടത്തുക. ഏതെങ്കിലും സ്കൂളിൽ നമ്മൾ താമസമൊക്കെ ചെയ്തിട്ട്. നമ്മള് ഐഡിയൽ കടകശ്ശേരി അവിടെ പോയിനു 5 ദിവസം ക്യാമ്പിനൊക്കെ. അതൊക്കെ നല്ല അടിപൊളി camp. ആ അതെ അതെ, നല്ല ക്യാമ്പൊക്കെ നല്ല രസമാണ്. ക്യാമ്പൊക്കെ വളരെ രസകരമായ കാര്യമാണ്. ഓക്കെ, അപ്പൊ ക്യാമ്പൊക്കെ നിങ്ങൾ വളരെ സീരിയസ് ആയിട്ട് ചെയ്യേണ്ട വിഷയമാണ്. നല്ല ഭയങ്കര രസമാണ് ക്യാമ്പ്. ഞാനൊക്കെ കഴിഞ്ഞ 2-3 കൊല്ലമായിട്ട് ഇതിൽ ആക്റ്റീവായിട്ട് പ്രവർത്തിക്കുന്ന ആളാണ്. അപ്പൊ പക്ഷെ ഇത്തവണ നമുക്കത് മിസ്സായി പോയി. ഇനിയിപ്പോ നെക്സ്റ്റ് ഇയർ ഒക്കെ നമുക്ക് യൂണിവേഴ്സിറ്റി KTU സെല്ലുണ്ട്, ടെക്നിക്കൽ സെൽ NSSന്റെ. അവർ തരുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് നമുക്ക് ക്യാമ്പൊക്കെ നടത്താൻ പറ്റുള്ളൂ. അവർ ക്യാമ്പ് നടത്തരുത് എന്ന് പ്രത്യേകം പറഞ്ഞിരുന്നു, ഈ കോവിഡിന്റെ പ്രശ്നമുള്ളതുകൊണ്ട്. അപ്പൊ ഇത്തവണ എങ്ങനെയാവും നടത്തുകയെന്ന് അറിയില്ല. ഫസ്റ്റ് ഇയർ ആണ് ക്യാമ്പ് ഉണ്ടാവുക. ഫസ്റ്റ് ഇയർ, അതായത് ഇപ്പൊ NSSലെ ഫസ്റ്റ് ഇയറിൽ. ഓക്കെ, NSSലെ ഫസ്റ്റ് ഇയർ എന്ന് പറയുമ്പോൾ നിങ്ങൾ സെക്കൻഡ് ഇയർ ആയിരിക്കും കോളേജിൽ. യെസ്, അപ്പൊ ഇതൊക്കെയാണ് വിശേഷങ്ങൾ. അപ്പോ NSSന്റെ ഈ മാസം തന്നെ നമ്മൾ അതിന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഒക്കെ വരും. അപ്പൊ നിങ്ങൾ താല്പര്യമുള്ളവരൊക്കെ ജോയിൻ ചെയ്യാം. ഓക്കെ, വെറുതെ ജോയിൻ ചെയ്യണ്ട, എന്തെങ്കിലും വർക്ക് ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഉണ്ടെങ്കിൽ മാത്രം ജോയിൻ ചെയ്താൽ മതി. ഓക്കെ, ഫൈൻ. വർഷീനി ഇല്ലെന്ന്? മുസ്ലിമൊന്നും ഉണ്ടാവില്ല. നമുക്ക് മറ്റേ ക്ലാസ്. വർഷീനി ഉണ്ട്, വർഷീനി ഉണ്ട്. ഓക്കെ ഓക്കെ. ഓക്കെ, അപ്പൊ നമുക്ക് നെക്സ്റ്റ് ഒരു പ്രോബ്ലത്തിലേക്ക് പോവാം. ക്വസ്റ്റ്യൻ ഇതാണ്: ഫൈൻഡ് ദി വർക്ക് ഡൺ, ഫൈൻഡ് ദി വർക്ക് ഡൺ, ഫൈൻഡ് ദി വർക്ക് ഡൺ by the force field. Find the work done by the force field f vector of x comma y equal to f vector of x comma y equal to e square e raised to x minus y cube, e raised to x minus y cube I vector, e raised to x minus y cube I vector plus cos y plus x cube j vector, cube j vector on a particle that travels once around the unit circle, once around the unit circle, x square plus y square equal to 1, square plus y square equal to 1 in the counterclockwise direction, in the counterclockwise direction. The counterclockwise direction. The counterclockwise direction. Okay. So ഇവിടെ നമുക്ക് കണ്ടുപിടിക്കേണ്ട ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ടി ആർ വെക്ടർ ആണ്. വർക്ക് ഡണ്ണിന്റെ ഇക്വേഷൻ ഇന്റഗ്രൽ ഓവർ സി എഫ് വെക്ടർ ഡോട്ട് ടി ആർ വെക്ടർ ആണ്. സോ ഇതിനെ നമുക്ക് ഇങ്ങനെ എഴുതാം: ഇന്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ. എം ഡി എക്സ് എന്ന് പറയുമ്പോൾ എം ഇവിടെ ഇ റൈസ് ടു എക്സ് മൈനസ് വൈ ക്യൂബ് ഡി എക്സ് പ്ലസ് എൻ കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് ഡി വൈ. സോ ഞാനിവിടെ ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ടാണ് ചെയ്യുന്നത്. ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാതെയും ഈ പ്രോബ്ലം ചെയ്യാം. ഗ്രീൻസ് തിയറം യൂസ് ചെയ്യാതെ ചെയ്യുന്ന സമയത്ത് നമ്മൾ സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുക്കണം. സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുത്തിട്ട് നമ്മൾ ചെയ്യേണ്ടി വരും. സോ അത് ഇവിടെ അത് ഡിഫിക്കൽട്ട് ആയിരിക്കും. കാരണം സർക്കിളിന്റെ പാരാമെട്രിക് ഇക്വേഷൻ എടുക്കുമ്പോൾ എക്സിന്റെ സ്ഥാനത്ത് കോസ് ടി കൊടുക്കണം, വൈക്ക് സ്ഥാനത്ത് സൈൻ ടി കൊടുക്കണം. ഓക്കെ, ഞാനത് പറഞ്ഞു തന്നിട്ടുണ്ട്. എക്സിന്റെ സ്ഥാനത്ത് കോസ് ടി, വൈക്ക് സ്ഥാനത്ത് സൈൻ ടി. അപ്പൊ ഇ റൈസ് ടു കോസ് ടി മൈനസ് സൈൻ ക്യൂബ് ടി എന്നൊക്കെ പറഞ്ഞു വരും. സോ അത് കുറച്ച് ഡിഫിക്കൽട്ട് ആയിട്ട് മാറും. പക്ഷെ നമുക്ക് യൂണിറ്റ്സ് ഇത് വെച്ചിട്ട് വളരെ ഈസി ആയിട്ട് ഈ പ്രോബ്ലം ചെയ്യാം ഗ്രീൻസ് തിയറം യൂസ് ചെയ്തിട്ട്.
സോ ഗ്രീൻ സ്റ്റിയർ യൂസ് ചെയ്തിട്ട് എങ്ങനെയാണ് ചെയ്യാന്ന് നോക്കാം. ഓക്കെ, സോ ആദ്യം ആ സർക്കിൾ ഒന്ന് വരയ്ക്കുക. യൂണിറ്റ് സർക്കിൾ വരയ്ക്കുക. സൈഡിൽ വരച്ചാൽ മതി. സോ ദിസ് ഈസ് 1, ദിസ് ഈസ് 1, ദിസ് ഈസ് -1 ആൻഡ് ദിസ് ഈസ് -1. സോ നമുക്ക് ദാറ്റ് ഈസ് എ സർക്കിൾ. കണ്ട സർക്കിൾ ആയിട്ട് തോന്നിയില്ലെങ്കിലും നിങ്ങൾ ഒരു സർക്കിൾ ആണെന്ന് വിചാരിക്കുക. സർക്കിൾ. സോ സർക്കിൾ ആകുമ്പോൾ നമ്മൾ ആദ്യം ദിസ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ വൈ മൈനസ് ഡോ എം ബൈ ഡോ എക്സ് ഡി എ. ഡോ എൻ ബൈ ഡോ വൈ മൈനസ് ഡോ എം ബൈ ഡോ എക്സ് ഡി എ. ഓക്കെ, സോ ഡോ എൻ ബൈ ഡോ വൈ എന്താ വരിക? ഡോ എൻ ബൈ ഡോ വൈ ഈക്വൽ ടു കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് അല്ലെ. n കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ് ആണ്. കോസ് വൈ പ്ലസ് എക്സ് ക്യൂബ്, കോസ് വൈനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ മൈനസ് സൈൻ വൈ. എക്സ് ക്യൂബിൽ വൈ ഇല്ല, സോ ഇറ്റ് ബിക്കം 0. ഡോ എൻ ബൈ ഡോ എക്സ് അല്ലേ വരിക? കറക്റ്റ്, യു ആർ കറക്റ്റ്. വെരി ഇമ്പോർട്ടൻറ്റ്. എനിക്ക് തെറ്റ് പറ്റില്ല. ഞാൻ എപ്പോഴും ഇടയ്ക്കൊക്കെ തെറ്റിക്കണ ഒരു ഏരിയ. n വരുമ്പോ വൈയും അല്ല, n വരുമ്പോ എക്സും m വരുമ്പോ വൈയുമാണ് അല്ലെ. n വരുമ്പോ എക്സും m വരുമ്പോ വൈയും. യു ആർ കറക്റ്റ്, യു ആർ കറക്റ്റ്. സോ ഡോ എൻ ബൈ ഡോ എക്സ്, ഡോ എൻ ബൈ ഡോ എക്സ് ഈക്വൽ ടു കോസ് വൈനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ കോസ് വൈയിൽ എക്സ് ഇല്ല, സോ ഇറ്റ് ബിക്കം 0. എക്സ് ക്യൂബിനെ വിത്ത് റെസ്പെക്ട് എക്സ് ചെയ്യുമ്പോൾ 3x². ഡോ എം ബൈ ഡോ വൈ, ഇ റേസ് ടു എക്സിൽ വൈ ഇല്ല, സോ ഇറ്റ് ബിക്കം 0. ആൻഡ് വൈ ക്യൂബിനെ വിത്ത് റെസ്പെക്ട് ടു വൈ ചെയ്യുമ്പോൾ -3y². -3y². So this become double integral over r. Double integral over r. Okay. 3x². But already ഒരു മൈനസ് ഉണ്ട്, ഇവിടെ ഒരു മൈനസ് ഉണ്ട്. So this become plus 3y² dA. Okay. സോ ഇത് ശരിക്കും ചെയ്യുമ്പോ ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ നമ്മൾ ഇതിന്റെ ലിമിറ്റ് കാണുന്ന സമയത്ത് നമ്മൾ ഒരു ക്വാഡ്രന്റ് വെച്ചിട്ട് ചെയ്യാം. ഒരു ക്വാഡ്രന്റിലെ ലിമിറ്റ് കണ്ടിട്ട് അതിനെ 4 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ നമുക്ക് 4 ക്വാഡ്രന്റും കിട്ടും. ഓക്കെ, സോ അങ്ങനെ ചെയ്യാം. അപ്പൊ അങ്ങനെ ചെയ്യുമ്പോൾ എക്സിന്റെ ലിമിറ്റ് 0 വരും, 0 to 1 വരും എക്സിന്റെ ലിമിറ്റ്. വൈയുടെ ലിമിറ്റ് 0 to √1 - x² വരും. അങ്ങനെ വെച്ചിട്ട് ഇത് ചെയ്യാം. പക്ഷെ ഞാനിവിടെ പോളാർ കോർഡിനേറ്റ്സ് യൂസ് ചെയ്യാണ്. പോളാർ കോർഡിനേറ്റ്സ് കാരണം നമുക്ക് ഞാൻ മുമ്പ് എപ്പോഴോ നിങ്ങളോട് മുമ്പല്ല കഴിഞ്ഞ സെമസ്റ്ററിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഈ x² + y² ടേം ഒക്കെ വരുമ്പോൾ സർക്കിൾ ആണെങ്കിൽ നമുക്ക് ഏറ്റവും ബെറ്റർ പോളാർ ഫോം യൂസ് ചെയ്യുന്നതാണ് പോളാർ ഇന്റഗ്രൽ. അത് നിങ്ങൾക്ക് ഓർമ്മയുണ്ടെന്ന് വിചാരിക്കുന്നു. പോളാർ ഇന്റഗ്രലില് x² + y² നമുക്ക് r² എന്ന് കൊടുക്കാം. x² + y² നമുക്ക് r² എന്ന് കൊടുക്കാം. ഡി എ എന്നുള്ളത് ആർ ഡി ആർ ഡി തീറ്റ ആയിട്ട് മാറും. ആർ ഡി ആർ ഡി തീറ്റ ആയിട്ട് മാറും. സർക്കിൾ ആകുമ്പോൾ ലിമിറ്റ് 0, യൂണിറ്റ് സർക്കിൾ ആണ്. അപ്പോൾ ആറിന്റെ ലിമിറ്റ് 0 to 1 തീറ്റയുടെ ലിമിറ്റ് 0 to 2π ആയിരിക്കും. ഈ പറഞ്ഞത് എത്ര പേർക്ക് മനസ്സിലായി? നമ്മൾ പോളാറിൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്. x² + y² സ്ഥാനത്ത് നമുക്ക് r² എന്ന് കൊടുക്കാം. അതുപോലെ ഡി എക്ക് സ്ഥാനത്ത് ആർ ഡി ആർ ഡി തീറ്റ എന്ന് കൊടുക്കാം. ഓക്കെ, ആറിന്റെ ലിമിറ്റ് സർക്കിളിൽ ആറിന്റെ ലിമിറ്റ് 0 to 1, യൂണിറ്റ് സർക്കിൾ ആണെങ്കിൽ ആറിന്റെ ലിമിറ്റ് 0 to 1, അത് റേഡിയസ് ആണ് നമ്മൾ നോക്കുക. 0 to 1, തീറ്റയുടെ വേരിയേഷൻ 0 to 2π. എന്നിട്ട് നമ്മൾ പോളാർ ഫോമിലേക്ക് മാറ്റിയാൽ നമുക്ക് അത് വളരെ എളുപ്പത്തിൽ ഇന്റഗ്രേറ്റ് ചെയ്യാം. പോളാർ ഫോമിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിലും ചെയ്യാം. പോളാർ ഫോമിലേക്ക് മാറ്റിയിട്ടില്ലെങ്കിൽ നമ്മൾ ഒരു ക്വാഡ്രന്റിലെ കണ്ടുപിടിക്കുക. ഒരു ക്വാഡ്രന്റ് പറയുമ്പോൾ ഈ ഒരു റീജിയൻ മാത്രം കണ്ടുപിടിക്കുക. ഈ ഒരു റീജിയൻ മാത്രം കണ്ടുപിടിക്കുക. ഈ ഒരു റീജിയൻ മാത്രം കണ്ടിട്ട് ഇൻറ്റു 4 ചെയ്താൽ നമുക്ക് 4 റീജിയണും കിട്ടും. ഓക്കെ, സോ ഈ റീജിയന്റെ കണ്ടുപിടിക്കാൻ ഞാനൊരു വെർട്ടിക്കൽ ലൈൻ എടുക്കുക. വെർട്ടിക്കൽ ലൈൻ എടുക്കുമ്പോൾ എക്സിന്റെ വൈയുടെ ലിമിറ്റ് 0 to √1 - x² വരും. √1 - x². എക്സിന്റെ ലിമിറ്റ് 0 to 1 വരും. എന്നിട്ട് അത് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇന്റഗ്രേറ്റ് ചെയ്യാം. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ കുറച്ച് ഡിഫിക്കൽട്ട് ആയിരിക്കും. ആദ്യം dy ചെയ്യുക, പിന്നെ dx ചെയ്യുക. അപ്പൊ കുറച്ച് ലെങ്ത് ആയിട്ട് വരും. പക്ഷെ പോളാർ ഇന്റഗ്രൽ ചെയ്യുമ്പോൾ
വളരെ ഈസി ആയിട്ട് ചെയ്യാം. അതുകൊണ്ടാണ് പോളാർ ഇന്റഗ്രൽ യൂസ് ചെയ്യുന്നത്. മനസ്സിലാവുണ്ടോ? എനി ഡൗട്ട്? എനി ഡൗട്ട്? ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കാം. ഓക്കെ, മനസ്സിലായോ? ഞാൻ പറഞ്ഞു മനസ്സിലായോ? ക്ലിയർ? ഓക്കെ. സോ ആറിന്റെ ലിമിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പോളാറിലേക്ക് മാറ്റിയത് 3 കോമൺ ആയിട്ട് എടുക്കുക. സോ ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ 3 into x square plus y square dA. ഓക്കെ, ഇത് എന്നുള്ളത് എന്തിനോട് ഈക്വൽ ആണ്? ഇന്റഗ്രൽ 0 to 2 pi ഇന്റഗ്രൽ 0 to 1 അല്ലെ? അതായത് ആറിന്റെ ലിമിറ്റ് 0 to 1, തീറ്റയുടെ ലിമിറ്റ് 0 to 2 pi. എന്തുകൊണ്ടാണ് 2 pi എടുത്തത്? ഫുൾ സർക്കിൾ ഉള്ളത് കൊണ്ട്. ഓക്കെ, റേഡിയസ് 1 ആണ്, അതുകൊണ്ട് 0 to 1 വരും. 3 into x square plus y square സ്ഥാനത്ത് r square എന്ന് കൊടുക്കുക. 3r square r dr d theta. dA ക്ക് സ്ഥാനത്ത് r dr d theta. അപ്പൊ 3r square into r എന്നുള്ളത് r cube ആയിട്ട് മാറും. ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്ത ആൻസർ ആയി. ഈ സ്റ്റെപ്പിൽ വേണമെങ്കിൽ നമുക്ക് ഇവിടെ യൂസിങ് ഗ്രീൻസ് തിയറം കൂടെ എഴുതിക്കൊള്ളൂ കേട്ടോ. യൂസിങ് ഗ്രീൻസ് തിയറം എഴുതിയിട്ട് വേണം ഈ ഒരു ഇവിടെ ഇടയിൽ ഗ്യാപ്പിൽ എഴുതിയാണ്. യൂസിങ് ഗ്രീൻസ് തിയറം എഴുതിയിട്ട് വേണം ഈ സ്റ്റെപ്പ്, ഈ ഒരു ഫോർമുല എഴുതാൻ. ഓക്കെ, സോ ഇപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയത് 0 to 2 pi to 2 pi 3r cube വരും. ഇവിടെ r square into r 3r cube. 3r cube ഇന്റഗ്രൽ 3r raised to 4 by 4. ലിമിറ്റ് 0 to 1 d theta. സോ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ലിമിറ്റ് അപ്ലൈ ചെയ്യുമ്പോൾ 0 to 2 pi, r സ്ഥാനത്ത് 1 കൊടുക്കുമ്പോൾ 3 by 4. 3 by 4 minus 0 d theta. ഓക്കെ, so that is 3 by 4 d theta. 3 by 4 പുറത്തേക്ക് എടുക്കുക. ഇന്റഗ്രൽ d theta is theta. Limit 0 to 2 pi. So answer is 2 pi into 3 by 4. 2 pi into 3 by 4 വെട്ടി കളയാം. So that is 3 pi by 2. Answer is 3 pi by 2. All of you got the answer? Any doubt? നമ്മൾ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച പല കാര്യങ്ങളും നമുക്ക് സെക്കൻഡ് സെമസ്റ്ററിൽ ആവശ്യം വരും. ഓക്കെ, ഇനി അങ്ങോട്ടുള്ള എല്ലാ പ്രോബ്ലത്തിലും അത് ഫ്രീക്വന്റ് ആയിട്ട് ആവശ്യം വരും. അപ്പൊ ഫസ്റ്റ് സെമസ്റ്ററിൽ ഞാൻ പറഞ്ഞിരുന്നു ഇതൊക്കെ നിങ്ങൾ പഠിക്കണം, ഇമ്പോർട്ടന്റ് ആണ് എന്ന് അന്നേ ഞാൻ പറഞ്ഞിരുന്നു. സോ അത് എങ്ങാനും മറന്നു പോയിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് അതൊന്ന് റീകളക്ട് ചെയ്യുക. അപ്പൊ ഇന്ന് പോയിട്ട് നിങ്ങൾക്ക് ഈ സ്റ്റെപ്പ് മനസ്സിലായിട്ടില്ലെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ആദ്യം പോയി പോളാർ ഇന്റഗ്രലിന്റെ പ്രോബ്ലംസ് എടുത്ത് നോക്കുക. ഓക്കെ, പോളാർ ഇന്റഗ്രലിന്റെ പ്രോബ്ലംസ് കഴിഞ്ഞ സെമസ്റ്ററിലെ നോട്ട്സിൽ ഉണ്ടാവും. എന്നിട്ട് അതിലെങ്ങനെയാണ് ഞാൻ ചെയ്തിട്ടുള്ളത് നോക്കുക. അതേ മെത്തേഡ് തന്നെയാണ് ഇവിടെ അഡോപ്റ്റ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, ക്ലിയർ ആണോ ഞാൻ പറയുന്നത്? എനി ഡൗട്ട്? സ്വാലിക്, ആർ യു ഹിയർ? ക്ലാസ് ഫോളോ ചെയ്യാൻ പറ്റുണ്ടോ? ഉണ്ട് സർ. ഉണ്ട്. ഓക്കെ, റിൻഷിത, ആർ യു ഹാപ്പി? Yes, sir. യെസ്. ആമിന സന, Yes, sir. ഫോളോ ചെയ്യാൻ പറ്റുണ്ടോ? ഉണ്ട്. ഓക്കെ, അഫ്സൽ, ആർ യു ഹിയർ? ഉണ്ട് സാറേ. ഓക്കെ, ക്ലാസ് ഓക്കെ അല്ലേ? ഓക്കെ ആണ്. ഓക്കെ, ഫൈൻ. സോ ദ ആൻസർ ഈസ് 3 pi by 2. സോ ഇവിടെ യൂസ് ചെയ്തിട്ടുള്ള ഇന്റഗ്രൽ പോളാർ ഇന്റഗ്രൽസ് ആണ്. പോളാർ ഇന്റഗ്രലിന് പൊതുവെ സർക്കിൾ വരുന്ന പ്രോബ്ലത്തിൽ മിക്കതും നമുക്ക് പോളാർ ഇന്റഗ്രൽ യൂസ് ചെയ്യാൻ പറ്റും. അപ്പൊ നമ്മൾ ജസ്റ്റ് നോക്കിയാൽ മതി, ഇവിടെ എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ഒരു ടേം ഉണ്ടോ നോക്കിയാൽ മതി. എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ എന്നുള്ള ടേം ഉണ്ടെങ്കിൽ സ്ട്രെയിറ്റ് ആയിട്ട് ആർ സ്ക്വയർ എന്ന് അവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ ഡി എ മാറിയത് ആർ ഡി ആർ ഡി തീറ്റ ആയിട്ട് മാറും.
പിന്നെ ലിമിറ്റ് സർക്കിൾ ഫുൾ സർക്കിൾ ഉണ്ടെങ്കിൽ 0 to 2 പൈ എടുക്കുക. ഇനിയിപ്പോ ഫസ്റ്റ് ക്വാഡ്രന്റ് മാത്രമേ ഉള്ളൂങ്കിൽ 0 to പൈ ബൈ 2 എടുക്കുക. ഇനി സെക്കൻഡ് ക്വാഡ്രന്റും ഫസ്റ്റ് ക്വാഡ്രന്റ് ഹാഫ് സർക്കിൾ സെമി സർക്കിൾ ആണെങ്കിൽ 2 പൈ 0 to പൈ എടുക്കുക. അങ്ങനെ നമ്മൾ അതിനനുസരിച്ച് പ്രോബ്ലം ചെയ്യാം. ഓക്കെ ഓക്കെ ഫൈൻ. നെക്സ്റ്റ് ഒരു പ്രോബ്ലം. നെക്സ്റ്റ് ഒരു വലിയ ചോദ്യമാണ്. വലിയ ചോദ്യം. ടേക്ക് ടൈം. ഓക്കെ, അത് ചെയ്തോടെ നമുക്ക് ഈ ഒരു സെഷൻ അവസാനിപ്പിക്കാൻ പറ്റും. ആ ചോദ്യം, ഈ ടൈപ്പ് ചോദ്യം ഞാൻ ഒരെണ്ണേ ചെയ്യുള്ളൂ കേട്ടോ. ബാക്കി നിങ്ങൾ തന്നെ ചെയ്യണം. കാരണം അത് എനിക്ക് വീണ്ടും ക്ലാസ്സിൽ ചെയ്യാൻ വയ്യ. സോ ഒരു വലിയ ക്വസ്റ്റ്യൻ. വെരിഫൈ ഗ്രീൻസ് തിയറം. വെരിഫൈ ഗ്രീൻസ് തിയറം. Verify Green's theorem in the plane. In the plane for integral over C 3x square minus 8y square dx plus 4y minus 6xy dy. Okay, where C is the boundary of the region. Boundary of the region defined by x equal to 0, y equal to 0, x plus y equal to 1. Okay, x plus y equal to 1. Verify Green's theorem in the plane for the line integral. ഒരു line integral തന്നിട്ടുണ്ട്. Where C is boundary of the region defined by x equal to 0, y equal to 0, x plus y equal to 1. X plus y equal to 1. Okay. So ആര്യാ റീജിയൻ എന്ന് അടയാളപ്പെടുത്തുക. ഓക്കെ, എക്സ് ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് y ആക്സിസ്. എക്സ് ഈക്വൽ ടു 0. y ഈക്വൽ ടു 0 എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് x ആക്സിസ്. എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 എന്ന് പറഞ്ഞാൽ എക്സിന് 0 കൊടുക്കുമ്പോൾ y 1 ആണ്. സോ പോയിന്റ് ഈസ് 0, 1. വൈക്ക് 0 കൊടുക്കുമ്പോൾ എക്സ് 1 ആണ്. സോ അനദർ പോയിന്റ് ഈസ് 1, 0. സോ 0, 1 എന്ന് പറയുന്നത് ഇപ്പോൾ ഇത് 1 ആണെങ്കിൽ ഈ പോയിന്റ് ആണ് 1, 0. ഇത് 1 ആണെങ്കിൽ ഈ പോയിന്റ് ആണ് 0, 1. സോ ഇത് തമ്മിൽ ബന്ധിപ്പിക്കുന്ന ലൈൻ. ഓക്കെ, so that is the point ആണ് 1. So our region is this one. Okay, our region is this one. നമ്മുടെ കർവ് എന്ന് പറയുന്നത് 3 ലൈൻസും കൂടെ യോജിപ്പിച്ചില്ല. ഏതൊക്കെ ലൈൻസ് ആണ്? x ആക്സിസ്, ദാറ്റ് ഈസ് C1 and this is C2 and this is C3. C1, C2, C3. Region പറയുന്നത് ഇതാണ് R. Okay. So verify Green's theorem എന്നാണ്. Okay. Verify Green's theorem എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ Green's theorem ശരിയാണോ എന്ന് വെരിഫൈ ചെയ്യാനാണ് അവർ പറഞ്ഞിട്ടുള്ളത് ഈ ഒരു ലൈൻ ഇന്റഗ്രലിന്റെ കേസിൽ. സോ വെരിഫൈ Green's theorem എന്ന് പറയുമ്പോൾ നമ്മൾ ചെയ്യേണ്ടത്, Green's theoremത്തിന്റെ ഇക്വേഷൻ എന്താണ്? ഇന്റഗ്രൽ ഓവർ സി എം ഡി എക്സ് പ്ലസ് എൻ ഡി വൈ ഈക്വൽ ടു, ചില സമയത്ത് ഈ ഇന്റഗ്രൽ ഇട്ടിട്ട് വട്ടടും. ഇത് ക്ലോസ്ഡ് ഇന്റഗ്രൽ. ഈ ഗ്രീൻസ് തിയറത്തിന്റെ ഇന്റഗ്രൽസ് എല്ലാം ക്ലോസ്ഡ് ഇന്റഗ്രൽ. അതായത് ക്ലോസ്ഡ് ഇന്റഗ്രൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ സി ഒരു ക്ലോസ്ഡ് കർവ് ആയിരിക്കും. ഓക്കെ, അപ്പൊ ഗ്രീൻസ് തിയർ അപ്ലൈ ചെയ്യുന്ന എല്ലാത്തിലും ഒരു വട്ടടും. അപ്പൊ നമ്മൾ ഒരു ലൈൻ ഇന്റഗ്രൽ ഓവർ സി എന്ന് എഴുതി കഴിഞ്ഞാൽ ആ സി ഒരു ക്ലോസ്ഡ് കർവ് ആണെങ്കിൽ, എന്താണ് ക്ലോസ്ഡ് കർവ് എന്ന് പറഞ്ഞാൽ ഇനീഷ്യൽ പോയിന്റും ഇനീഷ്യൽ പോയിന്റും എൻഡ് പോയിന്റും സെയിം ആയിരിക്കും. അതായത് എവിടെയാണോ തുടങ്ങുന്നത് അവിടെ തന്നെ എത്തും.
കർവ്. അങ്ങനത്തെ കർവ് ആണെങ്കിൽ സി അങ്ങനത്തെ ഒരു കർവ് ആണെങ്കിൽ ഇന്റഗ്രലിന് നടുക്കിൽ ഒരു വട്ടം കൂടെ ഇടും. അപ്പൊ അതിന്റെ അർത്ഥം ദിസ് കർവ് ഈസ് ക്ലോസ്ഡ് എന്ന്. ഓക്കെ, അപ്പൊ ഇവിടെ ക്ലോസ്ഡ് ആയതുകൊണ്ടാണ് ഒരു വട്ടട്ടത്. ഗ്രീൻസ് തിയറത്തിന്റെ എല്ലാ പ്രോബ്ലത്തിലും ഇങ്ങനെ ഒരു വട്ടിട്ടാ നന്നായിരിക്കും. ഓക്കെ, ഇട്ടിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഞാൻ ജസ്റ്റ് നിങ്ങൾക്ക് ആ നൊട്ടേഷൻ അറിയാൻ വേണ്ടി പറഞ്ഞു തന്നു മാത്രം. ഓക്കെ, സോ ദിസ് ഈസ് ഈക്വൽ ടു ഡബിൾ ഇന്റഗ്രൽ ഓവർ ആർ ഡോ എൻ ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എ. ഓക്കെ, ഇതാണ് ഗ്രീൻസ് തിയറത്തിന്റെ സ്റ്റേറ്റ്മെന്റ് അല്ലെങ്കിൽ ഇക്വേഷൻ. സോ നമ്മളിവിടെ ചെയ്യാൻ പോണത് എൽ എച്ച് എസ് ആദ്യം കണ്ടുപിടിക്കും. ഓക്കെ, അത് കഴിഞ്ഞിട്ട് ആർ എച്ച് എസ് കണ്ടുപിടിക്കും. രണ്ടും ഈക്വൽ ആണോ നോക്കും. രണ്ടും ഈക്വൽ ആണെങ്കിൽ ഗ്രീൻസ് തിയറം വെരിഫൈഡ്, അത്രേ ഉള്ളൂ. ഓക്കെ, അപ്പൊ നമ്മള് ഇവിടെ വെരിഫൈ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഗ്രീൻസ് തിയറം ശരിയാണോ എന്ന് വെരിഫൈ ആണ്. അപ്പൊ നമ്മള് എൽ എച്ച് എസ് കാണണം, ആർ എച്ച് എസും കാണണം, രണ്ടും ഈക്വൽ ആണോ നോക്കണം. ഓക്കെ, അപ്പൊ ഞാൻ ആദ്യം എൽ എച്ച് എസ് എടുക്കുകയാണ്. കൺസിഡർ എൽ എച്ച് എസ്. എൽ എച്ച് എസ് ഇവാലുവേറ്റ് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം C1 ചെയ്യണം, പിന്നെ C2 ചെയ്യണം. ഓക്കെ, അതിനുശേഷം C3 ചെയ്യണം, മൂന്നും കൂടെ ആഡ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് എൽ എച്ച് എസ് കിട്ടുക. ആർ എച്ച് എസ് ചെയ്യാൻ നമുക്ക് ഓൾറെഡി നമ്മൾ ലാസ്റ്റ് പ്രോബ്ലം ഒക്കെ ചെയ്ത പോലെ ചെയ്താൽ മതി, നത്തിങ് ഡിഫിക്കൽട്ട്. സോ എൽ എച്ച് എസ് ചെയ്യാൻ കുറച്ച് സമയം എടുക്കും. കാരണം നമുക്ക് ഇവിടെ 3 കർവുകൾ ഉള്ളതുകൊണ്ട്, C1 C2 C3 3 കർവുകൾ ഉള്ളതുകൊണ്ട് നമ്മൾ ആദ്യം അതിന്റെ പാരാമെട്രിക് ഇക്വേഷൻസ് ഒക്കെ കണ്ടുപിടിച്ചിട്ട് വേണം ചെയ്യാൻ. ഓക്കെ, അപ്പൊ ആദ്യത്തെ ഇക്വേഷൻ y ഈക്വൽ ടു 0. C1 എന്ന് പറയുന്നത് y ഈക്വൽ ടു 0 ആണ്. y ഈക്വൽ ടു 0ന്റെ പാരാമെട്രിക് ഇക്വേഷൻ ഇതാ. ഓക്കെ, കൺസിഡർ എൽ എച്ച് എസ്. ഓക്കെ, C is a curve joined by three lines. C is a curve joined by 3 straight lines. C1, C2 and C3. Now consider C1. അപ്പൊ ആദ്യം ഞാൻ C1 ആണ് കൺസിഡർ ചെയ്യുന്നത്. C1ന്റെ പാരാമെട്രിക് ഇക്വേഷൻ C1ന്റെ ഇക്വേഷൻ y ഈക്വൽ ടു 0 എന്നാണ്. ഓക്കെ, അപ്പൊ നമ്മളിത് സാധാരണ നമ്മൾ ചെയ്യുന്ന പോലെ ചെയ്താൽ മതി. ദിസ് ഈസ് 0 0 ആൻഡ് ദിസ് ഈസ് 1 0 അല്ലെ. അപ്പൊ x മൈനസ് x1 ബൈ x2 മൈനസ് x1 ഈക്വൽ ടു t. ഓക്കെ, അപ്പോ x1 എന്ന് പറയുന്നത് 0 ആണ്, x2 എന്ന് പറയുന്നത് ഇവിടെ 1 ആണ്. സോ x minus 0 by 1 minus 0 equal to t. That implies x equal to t. Okay. ഇനി y minus y1 by y2 minus y1 ചെയ്യാം. ഞാൻ ഈ ക്വസ്റ്റ്യൻ ഒന്ന് മാറ്റോട്ടെ. എന്തിനാണ് മായ്ക്കുന്നത്? എനിക്ക് സ്ഥലമില്ല അതുകൊണ്ട്. ഓക്കെ, മാറ്റോട്ടെ. ഞാൻ ക്വസ്റ്റ്യൻ എല്ലാവരും എഴുതിയെടുത്തല്ലേ? ഓക്കെ, ഞാൻ ആദ്യം പറഞ്ഞത് ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ്. So x equal to t. Y minus y1 by y2 minus y1 equal to t implies y1 0, y2 0 ആണ്. So y minus 0 by 0 equal to t implies y equal to 0. Y equal to 0. Okay, so x equal to t, y equal to 0. So r vector of t equal to ti vector. Okay,
അതായത് എക്സ് ഓഫ് ടി എന്ന് പറയുന്നത് ടി ആണ്. ആർ വെക്ടർ ഓഫ് ടിയുടെ ആവശ്യമില്ല, കാരണം ഇവിടെ ഡി എക്സ് ആണ്. സോ ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി വരും, കാരണം എക്സ് ഡാഷ് ഓഫ് ടി എന്ന് പറയുന്നത് 1 ആണ് അല്ലെ, ഡി എക്സ് ബൈ ഡി ടി ഈക്വൽ ടു 1 ആണ്. സോ ദാറ്റ് ഇംപ്ലൈസ് ഡി എക്സ് ഇസ് ഈക്വൽ ടു ഡി ടി. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്ന സമയത്ത് ഇന്റഗ്രൽ 0 to 1 എം എന്താണ്, എം 3x² മൈനസ് 8y². അപ്പൊ എക്സിന്റെ സ്ഥാനത്ത് ഇവിടെ ടി കൊടുക്കണം. അപ്പൊ 3t² മൈനസ് 8 into 0 dt പ്ലസ് dy 0 ആയിരിക്കും, കാരണം dy 0 ആണ്. സോ dy ബൈ dt 0 ആണ്. സോ dy 0 ആണ്. സോ നെക്സ്റ്റ് ടേം 0 ആയി പോകും. ഓക്കെ, മനസ്സിലാവുണ്ടോ? ഓക്കെ, so that is equal to integral 0 to 1 3t² dt. So that is 3t cube by 3. So that is t cube, limit 0 to 1. So that is 3 cancel, the answer 1 good. So along C1 integral is 1. ഇതുപോലെ C2 കാണണം. C2 along C2 along C2 എടുക്കുമ്പോൾ ഒരു പോയിന്റ് 10 ആണ്, മറ്റേ പോയിന്റ് 01 ആണ്. ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു പോയിന്റ് എന്താണെന്ന് വെച്ചാൽ, നമ്മൾ ഡയറക്ഷൻ ഇമ്പോർട്ടന്റ് ആണ്. കാരണം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടാണ് മൂവ് ചെയ്യണത്. ഇവിടുന്ന് ഇങ്ങോട്ട് മൂവ് ചെയ്യുന്ന സമയത്ത് x1 y1 10 ആയിട്ട് തന്നെ എടുക്കണം, x2 y2 01 ആയിട്ട് തന്നെ എടുക്കണം. തിരിച്ചെടുക്കുമ്പോൾ ആൻസർ തെറ്റും. കാരണം ഡയറക്ഷൻ ഇവിടുന്ന് ഇങ്ങോട്ടാണ്. അപ്പോ ആദ്യത്തെ പോയിന്റ് ഇതും രണ്ടാമത്തെ പോയിന്റ് ഇതുമായിട്ട് എടുക്കണം. ഓക്കെ, തിരിച്ചെടുക്കരുത്. തിരിച്ചെടുക്കുമ്പോൾ x1 y1 x2 y2 ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറും. അപ്പൊ നിങ്ങൾക്ക് ഡിഫറെന്റ് ആൻസർ ആണ് കിട്ടുക. സോ x minus 1 divided by 0 minus 1 equal to t. So that implies x equal to t. X minus 1 equal to minus t. Like x minus 1 equal to minus t. X minus 1 equal to minus t. That implies x equal to 1 minus t. X equal to 1 minus t. ഇതുപോലെ y minus 0 by 1 minus 0 equal to t implies y equal to t. Y equal to t. Y equal to t. Sorry. Y equal to t. So dx ആണ്, നമ്മുടെ dx കാണാം. dx by dt എന്താ വരിക? dx by dt equal to minus 1. dx by dt equal to minus 1. So dx equal to minus dt. ഇവിടെ dy by dt equal to 1. So dy equal to dt. അത് നമ്മുടെ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം, മുകളിൽ ചെയ്യാം. Okay, so that is integral 0 to 1 3 into x square. X എന്ന് പറയുന്നത് 1 minus t ആണ്. 3 into 1 minus t whole square minus 8 into t square. Y എന്ന് പറയുന്നത് t square ആണ്, into dx. dx എന്ന് പറഞ്ഞാൽ minus dt ആണ്, into minus dt plus n dy. n എന്ന് പറയുന്നത് 4 into y. y ക്ക് സ്ഥാനത്ത് t. 4 into t minus 6 into 1 minus t into t.
1 minus t into t dt. dt is dy എന്ന് പറയുന്നത് dt. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യണം. ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് ഇന്റഗ്രേറ്റ് ചെയ്യണം. ഒരു ബിഗ് ക്വസ്റ്റ്യൻ ആണ് വെരിഫൈ ഗ്രീൻസ് തിയറം എന്ന് പറയുന്നത്. പരീക്ഷയ്ക്ക് ചോദിക്കുമോ എന്ന് ചോദിച്ചാൽ ചാൻസ് കുറവാണ്, പക്ഷെ എന്നാലും ചോദിച്ചിട്ടൊക്കെ ഉണ്ട് മുമ്പ്. ഓക്കെ, ചോദിക്കാണെങ്കിൽ തന്നെ 7 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിരിക്കും. മെത്തേഡ് വളരെ ഈസിയാണ്. കുറച്ചൊന്ന് നമ്മൾ കൂടുതൽ നേരം സ്പെൻഡ് ചെയ്യേണ്ടി വരുന്നു മാത്രം. ഓക്കെ, സോ ഇന്റഗ്രൽ 0 to 1 3 into 1 minus t whole square. So 3 into 1 minus 2t plus t square 2t plus t square minus 8t square into minus dt plus integral 0 to 1 4 into minus into 60 minus t square 60 minus 6t square അല്ലേ? ഈ 60 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ 60 minus 6t square 60 minus 6t square പ്ലസ് ആണോ വരിക? ഇവിടെ മൈനസ് ഉള്ളിലേക്ക് എടുക്കുമ്പോൾ മൈനസ് പുറത്ത് തന്നെ വെക്കുക. ഓക്കെ, minus 6t square dt. ഉണ്ട് അല്ല 40 ഉണ്ട് അല്ലേ? 40 minus 60 minus 6t square dt. ഓക്കെ, സോ ഇന്റഗ്രൽ 0 to 1 ഈ 3 ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ചെയ്യാം. 3 minus 60 plus t square minus 8t square into minus dt plus integral 0 to 1 40 minus 60 plus 6t square dt. ഓക്കെ, സോ ഈ മൈനസ് വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. സോ മൈനസ് ഇന്റഗ്രൽ 0 to 1 3 minus 60 minus 7t square dt. Okay, plus integral 0 to 1 40 minus 2t plus 6t square dt. Okay, ഇനി ഞാൻ ഇതിനെ ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. മൈനസ് 3 ഇന്റഗ്രേറ്റ് ചെയ്താൽ മൈനസ് 3t, മൈനസ് പുറത്തിരിക്കട്ടെ, 3t minus 6t square by 2 minus 7t cube by 3 limit 0 to 1 plus minus 2t square by 2 plus 6t cube by 3 limit 0 to 1. ഓക്കെ, ഇനി ഇവിടെ ലിമിറ്റ് അപ്ലൈ ചെയ്യാം. ഓക്കെ, സോ മൈനസ് പുറത്തേക്ക് എടുക്കുക, പുറത്തിരിക്കട്ടെ. 3 minus 6 by 2 3 minus 7 by 3 plus minus 1 plus 2. ഓക്കെ, ലോവർ ലിമിറ്റ് എല്ലാം 0 ആയി പോകും, അത് കൊടുക്കേണ്ട ആവശ്യമില്ല. സോ ഈ മൈനസ് വേണമെങ്കിൽ 3 minus 3 0 ആവും. സോ ദിസ് is 7 by 3 plus 1. 7 by 3 plus 1 is 8 by 3 അല്ലേ? അത് 10 by 3 അല്ലേ? 10 by 3 ആണ് വന്നല്ലേ? ആർക്കെങ്കിലും ഡിഫറെന്റ് ആൻസർ ഉണ്ടോ? സർ അവിടെ 3 മൾട്ടിപ്ലൈ ചെയ്യുമ്പം 3 മൈനസ് 60 പ്ലസ് 3t സ്ക്വയർ മൈനസ് 8t സ്ക്വയർ അല്ലേ വരാ? ഇവിടെ 3 ഉണ്ട് അല്ലേ? എല്ലാവർക്കും ഉണ്ടോ അത്? ഞാനത് മാറ്റിയത് കൊണ്ട് എനിക്ക് അറിയില്ല കേട്ടോ, അതാ ചോദിക്കുന്നത്. ഇവിടെ 3 വരും. ഓക്കെ, ഇവിടെ 3 വരും. അപ്പൊ ഇവിടെ
3t ഇവിടെ -5 വരും 5 വരും. ഇവിടെ -5 വരും. സോ ഇവിടെ -5 വരും, ഇവിടെ 5 വരും. ആൻസർ ഈസ് 8/3. കറക്റ്റ്. സോ 8/3 കിട്ടും. സോ അലോങ് C2 8/3 ആണ്. ഇനി C3 കൂടെ ഇവാലുവേറ്റ് ചെയ്യണം. C3. സോ നിങ്ങൾ എന്റെ കൂടെ ചെയ്യുന്നുണ്ട് എന്ന് കാണുമ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷം. ഓക്കെ, യു ആർ വെരി സിൻസിയർ സ്റ്റുഡൻസ്. പല ക്ലാസ്സിലും ഞാൻ ഇങ്ങനെ എടുക്കുമ്പോൾ ഞാനിങ്ങനെ ഒരു കമ്പ്യൂട്ടറും ഞാനും കൂടെ പഠിപ്പിക്കുന്ന ഫീലാണ് എനിക്ക് ഉണ്ടാവാറ്. പക്ഷെ ഇതുപോലെ ക്ലാസ് ഞാൻ ചോദിക്കുന്നതിന് കൃത്യമായി മറുപടിയും അതുപോലെ പ്രോബ്ലം ചെയ്ത് കാണുമ്പോൾ ഭയങ്കര സന്തോഷമുണ്ട്. ഞാൻ ഈ കമ്പ്യൂട്ടറിനെ പഠിപ്പിക്കുന്ന ഫീൽ എനിക്കൊന്ന് ചെറിയതായിട്ടെങ്കിലും മാറി കിട്ടുന്നുണ്ട്. ഓക്കെ, യെസ്. അപ്പൊ നമുക്ക് അലോങ് C3 ചെയ്യാം. അലോങ് C3 വളരെ ഈസിയാണ്. കാരണം ഇവിടെ പോയിന്റ് എന്ന് പറയുന്നത് 1 0 അല്ല 0 1ഉം 0 0ഉം. സോ x minus x1 എന്ന് പറയുന്നത് x minus 0/0 minus 0 equal to t, which implies x equal to 0 എന്ന് കിട്ടും. അപ്പൊ dx 0 ആയി പോകും. x 0 ആണെങ്കിൽ dx 0 ആയിരിക്കും. ഓക്കെ, ഇനി y minus 0/y2 minus 0 എന്ന് പറയുന്നത് 0 minus 1 minus 0 വരും, equal to t. സോ y equal to t വരും. സോ dy/dt എന്ന് പറയുന്നത് 1 ആവും. സോ dy equal to dt എന്ന് കിട്ടും. ഓക്കെ, ഓക്കെ. സോ നെക്സ്റ്റ് ദിസ് ഈസ് ഈക്വൽ ടു, നമ്മളിത് ഇന്റഗ്രേറ്റ് ചെയ്യാൻ പോവാണ്. ഇന്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ഇന്റഗ്രൽ 0 to 1 3x സ്ക്വയർ അല്ലെ. 3x എന്ന് പറയുമ്പോൾ x ഇവിടെ 0 ആണ്. അപ്പൊ 3 into 0 minus 8 into t square into 0 dx 0 ആണ്, plus 4 into t minus 6 into 0 dt. So first term 0 ആയി പോയി. Next term okay, so that is equal to integral 0 to 1 4t dt. So that is 4t square by 2 limit to 0 to 1, that is 2t square equal to 2. Okay, 2 ആണോ minus 2 ആണോ? ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. ഇവിടുത്തെ ട്വിസ്റ്റ് എന്താന്ന് വെച്ചാല് ഇവിടെ y t അല്ലേ. അപ്പൊ y-യുടെ വേരിയേഷൻ 1 തൊട്ട് 0 വരെ അല്ലേ. 1 തൊട്ട് 0 അല്ലേ. അപ്പൊ ലിമിറ്റ് 1 to 0 എന്ന് കൊടുക്കണം. ഓക്കെ, ലിമിറ്റ് 1 to 0 കൊടുക്കണം. അത് ഞാൻ ശ്രദ്ധിച്ചില്ല. കാരണം y 1 തൊട്ട് y-യുടെ വാല്യൂ ആണ് t അല്ലെ. ഇവിടെ നമ്മൾ കൊടുക്കേണ്ട ലിമിറ്റ് t-യുടെ വേരിയേഷൻ ആണ്. അപ്പൊ നമ്മൾ ഓപ്പോസിറ്റ് ഡയറക്ഷൻ വരുന്ന സമയത്ത് 1 to 0 വേണം കൊടുക്കാൻ. ഓക്കെ, 1 to 0 വേണം കൊടുക്കാൻ. സോ 1 to 0 കൊടുക്കണം. കാരണം നമ്മൾ സാധാരണ ഈ ഡയറക്ഷൻ ആണ് ചൂസ് ചെയ്യുക. അപ്പോഴാണ് നമ്മൾ 0 to 1 കൊടുക്കുക. ഇനി നമ്മൾ ഈ ഡയറക്ഷൻ ചൂസ് ചെയ്യാം, ഓപ്പോസിറ്റ് ഡയറക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ അത് 1 to 0 കൊടുക്കണം. ഓക്കെ, അപ്പൊ 1 to 0. അതായത് അതല്ലെങ്കിൽ ഇങ്ങനെ മനസ്സിലാക്കിയാലും മതി. ഇപ്പോ നമ്മൾ ഇവിടെ കൊടുക്കുന്ന സമയത്ത് 0 to 0 1 to 0 ആണ്. അപ്പൊ y2 minus y1 എന്ന് പറയുന്നത് ഇവിടെ 0 minus 1 എന്നാ വരിക. ഓക്കെ, 0 minus 1 എന്നാ വരിക. അപ്പൊ ഇവിടെ മൈനസ് ടി എന്ന് വരും. y equal to minus t. സോ dy equal to minus dt. അങ്ങനെയാണെങ്കിൽ ഇത് 0 to 1 കൊടുത്താൽ മതി. മനസ്സിലാവണ്ടേ? ഞാൻ പറയുന്ന വ്യത്യാസം മനസ്സിലാക്കണം. yക്ക് t ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ നമ്മൾ 1 to 0 കൊടുക്കണം.
ഇനി അല്ല വൈക്ക് -t ആണ് കൊടുത്തതെന്നുണ്ടെങ്കിൽ 0 to 1 കൊടുത്താൽ ഓക്കെ 0 to 1 കൊടുത്താൽ അതായത് ഇവിടെ ഇവിടെ നമ്മൾ y2 മൈനസ് y1 എടുക്കുമ്പോൾ y2 0 ആണ് y1 1 ആണ് സോ ഇറ്റ് 0 മൈനസ് 1 ആണ് 0 മൈനസ് 1 എടുക്കുമ്പോൾ y ഈക്വൽ ടു -t എന്നാണ് വരിക y ഈക്വൽ ടു ഇവിടെ t ആണ് അടുത്ത സ്റ്റെപ്പിൽ y ഈക്വൽ ടു -t എന്നാണ് വരിക സോ dy എന്ന് പറയുന്നത് -dt ആയിട്ട് മാറും ഓക്കെ അപ്പൊ ഇവിടെ -dt വരും സോ ഒരു മൈനസ് പുറത്തുണ്ടാവും സോ -2t² ദാറ്റ് ഈസ് -2 കിട്ടിയോ എല്ലാവർക്കും മനസ്സിലായോ നമ്മൾ വൈക്ക് ടി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമ്മൾ ഓപ്പോസിറ്റ് ആയിട്ട് എടുക്കേണ്ടി വരും ടി വേരീസ് ഫ്രം 1 to 0 ആയിരുന്നു ഓക്കെ പക്ഷെ ഇവിടെ വൈക്ക് -t ആണ് കിട്ടുക അപ്പൊ പിന്നെ അങ്ങനെ കൊടുക്കേണ്ട ആവശ്യമില്ല 0 to 1 തന്നെ കൊടുത്താൽ ഞാനിവിടെ ശ്രദ്ധിക്കാതെ പറ്റിയ തെറ്റാണ് മനസ്സിലാവുണ്ടോ ഓക്കെ മനസ്സിലാവുണ്ടോ യെസ് ഓക്കെ സോ ഇനി നമ്മൾ ഇത് മൂന്നും കൂടെ ആഡ് ചെയ്യാം അപ്പൊ നമുക്കൊരു വാല്യൂ കിട്ടും സോ ഫസ്റ്റ് അലോങ് C1 സോ ഇന്റഗ്രൽ ഓവർ C ഈക്വൽ ടു integral over C mdx plus ndy equal to integral over C1 mdx plus ndy plus integral over C2 mdx plus ndy plus integral over C3 mdx plus ndy. So first one 1 പിന്നെ 8/3 പിന്നെ -2. So that is 8/3 minus 1. 8/3 minus 1 is 5/3. So LHS 5/3 ആണ് ഇനി നമ്മൾ RHS കണ്ടുപിടിക്കണം RHS കണ്ടുപിടിച്ചിട്ട് അതും 5/3 ആണെന്ന് ഉറപ്പാക്കണം ഓക്കെ RHS എങ്ങനെയാ കാണുക RHS ആണ് നമ്മൾ കഴിഞ്ഞ പ്രോബ്ലം ഒക്കെ ചെയ്തത് ഓക്കെ ഡബിൾ ഇന്റഗ്രൽ ആക്കി എടുക്കുക ഇതാണ് നമ്മുടെ റീജിയൻ അല്ലേ ഈ റീജിയൻ ആണ് 6 അപ്പൊ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ എടുക്കുക അല്ലെ എന്നിട്ട് നമ്മൾ എക്സിന്റെയും വൈഡിന്റെയും ലിമിറ്റ് കണ്ടിട്ട് ചെയ്യാം ഓക്കെ നമുക്ക് അതും കൂടെ ചെയ്യാം കൺസിഡർ RHS ഒന്ന് ക്ലിയർ ചെയ്യാണ് ബോർഡ് കൺസിഡർ RHS കൺസിഡർ RHS RHS ഏതാണ് ഡബിൾ ഇന്റഗ്രൽ ഓവർ R ഡോ n ബൈ ഡോ എക്സ് മൈനസ് ഡോ എം ബൈ ഡോ വൈ ഡി എ ഓക്കെ സോ നമ്മൾ ആ ചിത്രം ഞാൻ റൈറ്റിൽ വരയ്ക്കുകയാണ് നമ്മുടെ റീജിയൻ ഇതാണ് this is 1 and this is 1 this is our region 6 നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ ചൂസ് ചെയ്തു അപ്പൊ അതിന് മുമ്പ് ഡോ എൻ ബൈ ഡോ എക്സ് കാണണം ഡോ എൻ ബൈ ഡോ എക്സ് കിട്ടുക -6y ആണ് -6y ഓക്കെ ഡോ എം ബൈ ഡോ വൈ കാണണം ഡോ എം ബൈ ഡോ വൈ -16y -16y okay so this is equal to double integral over R minus 6y minus ഇവിടെ പ്ലസ് ആവും പ്ലസ് 16y dA so double integral over R 10y dA ഓക്കെ സോ നമ്മൾ വൈയുടെ ലിമിറ്റ് എടുക്കണം ഓക്കെ അപ്പൊ നമ്മളൊരു വെർട്ടിക്കൽ ലൈൻ എടുത്തു വെർട്ടിക്കൽ ലൈൻ എടുക്കുമ്പോൾ അത് എൻട്രി ചെയ്യുന്നത് എക്സ് ആക്സിസിലാണ് ടച്ച് ചെയ്ത് പോകുന്നത് എക്സ് പ്ലസ് വൈ ഈക്വൽ ടു 1 ആണ് സോ വൈയുടെ ലിമിറ്റ് ആണ് ദാറ്റ് ഈസ് y ഈക്വൽ ടു 1 മൈനസ് എക്സ് y ഈക്വൽ ടു 1 മൈനസ് എക്സ് സോ വൈയുടെ ലിമിറ്റ് 0 ടു 1 മൈനസ് എക്സ് ഓക്കെ ഇനി എക്സ് വേരീസ് ഫ്രം ഈ പോയിന്റ് തൊട്ട് ഈ പോയിന്റ് വരെയാണ് സോ ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ 0 ആണ് ഈ പോയിന്റിൽ എക്സിന്റെ വാല്യൂ 1 ആണ് സോ ലിമിറ്റ് 0 ടു 1 10y dy dx കാരണം y യുടെ ലിമിറ്റ് ആണ് ഇവിടെ ആദ്യം എഴുതിയിട്ടുള്ളത് സോ ഇവിടെ dy ആയിരിക്കും
അടുത്ത എക്സിന്റെ ലിമിറ്റ് ആണ്. സോ ഇറ്റ് ഈസ് ഡി എക്സ്. ഇതൊന്ന് ഇന്റഗ്രേറ്റ് ചെയ്യാം. സോ ഇന്റഗ്രൽ 0 to 1 10 വേണമെങ്കിൽ പുറത്തേക്ക് എടുക്കാം. 10 പുറത്തേക്ക് എടുക്കാം. y square by 2 ലിമിറ്റ് 0 to 1 minus x dx. Okay. So upper limit കൊടുക്കുക. So that is 10 into 1 minus integral 0 to 1 minus x whole square by 2 minus 0 dx. So that is 10 into integral 0 to 1 minus x whole square 1 minus 2x plus x square whole by 2. അപ്പോൾ 2 ഇവിടെ കൊടുക്കാം dx. ഇനി ഇത് ഇന്റഗ്രേറ്റ് ചെയ്യാം. Okay. Ten by 2 is 5. 1 in integrate ചെയ്താൽ x minus 2x square by 2 plus x cube by 3. Limit 0 to 1. So 5 into upper limit കൊടുക്കുക. 1 minus ഈ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യും. സോ 1 minus 1 plus 1 by 3. ലോവർ ലിമിറ്റ് കൊടുക്കുമ്പോൾ എല്ലാം 0 ആയി പോകും. സോ 5 into 1 by 3 5 by 2. സോ LHS equal to RHS, which implies Green's theorem is verified. Green's theorem is verified. Okay. സോ ഇത് നമുക്ക് മനസ്സിലാക്കാവുന്നത്, നമ്മൾ LHS കാണാൻ നമ്മൾ 3 ഇന്റഗ്രൽസ് ചെയ്യേണ്ടി വന്നു. കുറച്ചും കൂടെ സമയം കൂടുതൽ എടുത്തു. പക്ഷെ RHS നമുക്ക് കുറച്ചും കൂടെ പെട്ടെന്ന് ചെയ്യാൻ പറ്റി. ഓക്കെ, കാരണം ഒറ്റ ഡബിൾ ഇന്റഗ്രലിൽ നമുക്ക് ആൻസർ കിട്ടി. മനസ്സിലായോ? അപ്പോൾ ഇതാണ് ഇതിന്റെ ഒരു ബേസിക് ഐഡിയ. അതായത് ഗ്രീൻസ് തിയറം യൂസ് ചെയ്ത് നമുക്ക് പ്രോബ്ലം റെഡ്യൂസ് ചെയ്യാം. ഓക്കെ, അപ്പൊ വെരിഫൈ ഗ്രീൻസ് തിയറം എന്ന് പറഞ്ഞാൽ നമ്മൾ LHS കാണണം, RHS കാണണം, എന്നിട്ട് രണ്ടും കൂടെ ഈക്വൽ ആണെന്ന് കാണിക്കാം. Is it clear to everyone? Any doubts? Any doubts? ഇല്ല സർ, ക്ലിയർ ആണ്. Okay. നമ്മൾ ആ ഫസ്റ്റ് സെമസ്റ്ററിൽ പഠിച്ച കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ആവശ്യമുണ്ട്. ഈ പ്രത്യേകിച്ച് ആ ലിമിറ്റ് എടുക്കുന്നത്, ഡബിൾ ഇന്റഗ്രലൊക്കെ ചെയ്യുന്നത് നമുക്ക് ആവശ്യമുണ്ട്. ഓക്കെ, സോ അതെല്ലാം നമ്മളൊന്ന് ശ്രദ്ധിക്കണം. ഇത്രയേ ഉള്ളൂ. ഈ ഗ്രീൻസ് തിയറം ആയിട്ട് ബന്ധപ്പെട്ടിട്ട് ഇനി വർക്ക് ഡണിന്റെ പ്രോബ്ലം നമ്മൾ ചെയ്തു. അതുപോലെ വെരിഫൈ ഗ്രീൻസ് തിയറം ചെയ്തു. ലൈൻ ഇന്റഗ്രൽ ഇവാലുവേറ്റ് ചെയ്യുന്നത് ചെയ്തു. ഇനി ഏതെങ്കിലും ഒന്ന് ഞാൻ നോക്കട്ടെ. ഇനി ഏതെങ്കിലും വിട്ടുപോയിട്ടുണ്ടെങ്കിൽ നെക്സ്റ്റ് ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. ഇത്രയാണ് നമുക്ക് ഇന്ന് ഡിസ്കസ് ചെയ്യാനുള്ളത്. ഇനി അറ്റൻഡൻസ് എടുത്തിട്ട് നമുക്ക് പിരിയാം. അതിനു മുമ്പ് ഇന്ന് എടുത്തതിലോ അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ചോദിക്കാം. ഓക്കെ.